കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായ അശോകൻ ചെരുവിൽ കഥാകൃത്ത്, നോവലിസ്റ്റ്, സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് കൂടിയാണ് അശോകൻ ചെരുവിൽ. ഷീല ടോമി മലയാളത്തിലെ അറിയപ്പെടുന്ന ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് ഷീല ടോമി. ഷംസുദ്ദീൻ കുട്ടോത്ത് കഥാകൃത്ത്, നോവലിസ്റ്റ്, പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഷംസുദ്ദീൻ കുട്ടോത്ത്. ലിസി മലയാളത്തിലെ ശ്രദ്ധേയയായ കഥാകൃത്തും നോവലിസ്റ്റുമാണ് ലിസി. പുഷ്പമ്മ ആദിവാസി വിഭാഗത്തിൻ്റെ ചരിത്രപരമായ രേഖപ്പെടുത്തലും വൈവിധ്യമാർന്ന ഗോത്ര ആചാര രീതികളും മലയാളിക്ക് പരിചയപ്പെടുത്തിയ ആഖ്യാനത്തിലൂടെ സുപരിചിതയായ നോവലിസ്റ്റാണ് പുഷ്പമ്മ. ശ്രീലത നിരവധി നോവലുകൾ രചിച്ച ജനപ്രിയ എഴുത്തുകാരിയാണ് ശ്രീലത. അപ്പോൾ നമ്മുടെ സെഷൻ ആരംഭിക്കുകയാണ്. ഈ സെഷന് അധ്യക്ഷത വഹിക്കുന്നതിന് ശ്രീ അശോകൻ ചെരുവിൽ ക്ഷണിക്കുന്നു. അപ്പോൾ നമുക്ക് സംവാദത്തിലേക്ക് കടക്കാം. ഇവിടെ പങ്കെടുക്കുന്ന എഴുത്തുകാരെക്കുറിച്ച് സംക്ഷിപ്തമായിട്ടാണെങ്കിലും നന്നായി ഇവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അതിന് ഞാൻ മുതിരുന്നില്ല. മാത്രമല്ല നമുക്കെല്ലാവർക്കും വളരെയേറെ വായിച്ച് തന്നെ പ്രധാനമായിട്ടും അറിയാവുന്ന പല രീതിയിൽ മലയാളത്തിലെ പുതിയ നോവലിനെ പ്രതിനിധീകരിക്കുന്ന എഴുത്തുകാരാണ് ഇവിടെ എത്തിയിട്ടുള്ളവർ എല്ലാവരും. മാത്രമല്ല നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയമാണെങ്കിൽ നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാലങ്ങൾക്ക് ശേഷം മലയാളത്തിൻ്റെ സാഹിത്യത്തിൻ്റെ മുൻനിരയിലേക്ക് അതിശക്തമായി ഉയർന്നു വന്നിരിക്കുന്ന ഒരു സാഹിത്യ രൂപമാണ്. ആദ്യം തന്നെ നോവലിനെ, നമ്മുടെ വിഷയത്തിൻ്റെ പേര് നോവൽ, എൻ്റെ നോവൽ സങ്കല്പം എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ പ്രധാനമായിട്ട് വരിക ആ ഒരു സാഹിത്യരൂപത്തെ എഴുത്തുകാരൻ എങ്ങനെ കാണുന്നു, എന്താണ് അങ്ങനെ ഒരു അത്തരമൊരു രചനാ രീതിയിൽ, അത്തരമൊരു രചനയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സാഹിത്യ വിഭാഗത്തിലേക്ക് താൻ പ്രത്യേകമായി തിരഞ്ഞെടുക്കാൻ കാരണം. ഇപ്പോൾ പലരും, ഇപ്പോൾ ഞാനൊക്കെ അങ്ങനെ നോവലിലേക്ക് കടന്നു വന്നല്ല ആളല്ല, പക്ഷേ ഒരുപക്ഷെ ശ്രീലതയും അതുപോലെ തന്നെ കഥകളാണ് എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ യുവാക്കളായിട്ടുള്ള ഇവിടെ എത്തിയിട്ടുള്ള എഴുത്തുകാർ അധികം പേരും, ഷീലയൊക്കെ നേരത്തെ കഥകളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും നോവലിലൂടെയാണ് അവരുടെ പ്രവേശനമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്തരം ഒരു സാഹിത്യ രൂപത്തെ തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? അതിൻ്റെ വായനാനുഭവങ്ങളുണ്ടാവാം, ജീവിതാനുഭവങ്ങളുണ്ടാവാം. ഞാനിവിടെ ആമുഖമായിട്ട് ഒരു അനുഭവം പറയുകയാണ്. എൻ്റെ അനുഭവമല്ല, മലയാളത്തിൽ എല്ലാ കാലത്തും സ്മരിക്കപ്പെടുന്ന ഒരു അനുഭവമാണ്. അതായത് നമ്മുടെ വളരെ പ്രസിദ്ധനായിരുന്ന നോവലിസ്റ്റ് കോവിലൻ താൻ എന്തുകൊണ്ട് നോവൽ എന്ന് പറയുന്ന സാഹിത്യശാഖയെ തിരഞ്ഞെടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു നിരീക്ഷണം, വളരെ പ്രധാനപ്പെട്ടൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അത് അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടി ചുരുക്കി പറയാം. അതായത് അദ്ദേഹം പാവർട്ടി സംസ്കൃത കോളേജിലാണ് പഠിച്ചത്. അങ്ങനെ ഒരു പഠനം അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഇഷ്ടമായിട്ടാവാൻ സാധ്യതയൊന്നുമില്ല എനിക്ക്. കാരണം എന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് തന്നെ പഠനത്തിന് അങ്ങനെ പോയി. പ്രൈമറി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളായിരിക്കാം അതിന് പ്രധാനം. ഒന്ന്, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ള സമീപസ്ഥമായൊരു വിദ്യാലയം എന്നുള്ളതായിരിക്കാം അതിനൊരു കാരണം. മറ്റൊന്ന്, സാമ്പത്തിക പരാധീനതകൾ മൂലം തൃശ്ശൂർ നഗരത്തിൽ പോലുമോ, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് തൃശ്ശൂർ നഗരത്തിൽ കോളേജ് ഉണ്ടായിരിക്കാം, സെൻറ്റ് തോമസ് കോളേജുണ്ട്, അവിടെയൊന്നും വന്ന് പഠിക്കാനോ ഉള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാവില്ല. അപ്പോൾ ഒരു കിട്ടാവുന്ന ഒരു മാർഗം മാത്രമാണ് അദ്ദേഹം അവലംബിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് സംസ്കൃത പഠനമാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, സംസ്കൃത പഠനം വെച്ചാൽ മഹാകാവ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പണ്ഡിതന്മാരാണ്. നമുക്കതിൽ സുപരിചിതനായിട്ടുള്ള KP നാരായണ പിഷാരടി, PC വാസുദേവനുള്ളത്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മലയാളം പഠിപ്പിക്കാനായിട്ട് ആ കാലഘട്ടത്തിൽ ചെറുകട മാഷുമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു മഹാ ആചാര്യന്മാരുടെ ഭാഗത്തുനിന്ന് കാവ്യങ്ങൾ പഠിച്ചിട്ട് സ്വാഭാവികമായിട്ടും ആ ഒരു വിദ്യാർത്ഥി കവിതകളാണ് എഴുതി തുടങ്ങിയത്. അദ്ദേഹം ഒരിക്കൽ പോലും തൻ്റെ
ആ രചനയെ കവിത എന്ന് പറഞ്ഞിട്ടില്ല, പദ്യങ്ങൾ എന്നാണ് അദ്ദേഹം പറയാറ്. പദ്യരചനയാണ് തുടങ്ങിയത്. ധാരാളം പദ്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നീട് എന്തുകൊണ്ട് നോവലിലേക്ക് മാറിയെന്ന് പറഞ്ഞതിന് ഒരു കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വീട് നമുക്കറിയാം ഗുരുവായൂരിനടുത്താണ് അരിയന്നൂർ. അപ്പോൾ അവിടെ അടുത്താണ് ചാവക്കാട് ചന്ത. ഈ ചാവക്കാട് വെള്ളിയാഴ്ചയാണ് ചന്ത നടക്കുക. ഈ ചാവക്കാട് ചന്തയിലേക്ക് ആ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഭിക്ഷക്കാരായിട്ടുള്ള ആളുകൾ വരും, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും. അവർ അധികം പേരും കുഷ്ഠരോഗികളാണ്. അവരിന് ചന്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വീടുകളിലൊക്കെ വന്ന് കയറും ഭിക്ഷാടനത്തിന് വേണ്ടി. അപ്പോൾ അവർ വീട്ടിൽ സ്ഥിരം വരുന്ന ആൾക്കാരായ കാരണം അവരുടെ ജീവിതകഥയും ഒക്കെ കുട്ടികൾക്ക് പോലും അറിയാം. അപ്പോൾ അവരെയൊക്കെ കണ്ടപ്പോൾ, അവരിലൂടെ ലോകത്തെ കണ്ടപ്പോൾ, അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്, ഈ കുഷ്ഠരോഗികളായിട്ടുള്ള തീരാവേദന അല്ലെങ്കിൽ അവഗണന, അതുപോലെ തന്നെ മറ്റ് ഭിക്ഷക്കാരും, അവരെ കണ്ടപ്പോൾ അവരിലൂടെ ജീവിതത്തെയും ലോകത്തെയും കണ്ടപ്പോൾ അത് ആവിഷ്കരിക്കണമെങ്കിൽ, അപ്പോഴേക്കും താനൊരു എഴുത്തുകാരനായി കഴിഞ്ഞിരുന്നു, പദ്യം എഴുത്തുകാരൻ, അത് ആവിഷ്കരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും താനിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പദ്യം, അതായത് ഈ കവിത അതിനനുയോജ്യമല്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. ഇത് കവികൾക്ക് തീർച്ചയായിട്ടും ഖണ്ഡിക്കാവുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ രണ്ട് കാര്യങ്ങളാണല്ലോ, തീക്ഷ്ണമായ യാഥാർത്ഥ്യങ്ങൾ, അനന്തമായ വിശാലമായ അനുഭവങ്ങൾ, പിടിതരാത്ത സമസ്യ പോലുള്ള ജീവിത പ്രതിസന്ധികൾ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആവിഷ്കരിക്കാൻ കവിത പര്യാപ്തമല്ല എന്നൊരു ധ്വനി വരുന്നുണ്ട് അതിൽ. പക്ഷേ അതിന് ഒരിക്കൽ പോലും ലോക കവിത അല്ലെങ്കിൽ മലയാളത്തിൻ്റെ തന്നെ കുമാരനാശാനും എഴുത്തച്ഛനും ഒക്കെ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള മഹത്തായ ആ കാവ്യ വഴി പര്യാപ്തമല്ല എന്നൊന്നും പറയുന്നത് ശരിയായിരിക്കില്ല, വേണമെങ്കിൽ ഖണ്ഡിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട് ഒരു പ്രത്യേക സാഹിത്യശാഖയെ അഭിമുഖീകരിക്കാനാണ് എന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയുന്നില്ല, കാരണം അധ്യക്ഷൻ എന്നുള്ള നിലയിൽ കുറച്ചൊരു ഔചിത്യം പാലിക്കുകയാണ് ശരിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ നോവൽ സങ്കല്പത്തെക്കുറിച്ച് പ്രാഥമികമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ഒന്നും കൂടി അതിൻ്റെ രണ്ടാമത്തെ റൗണ്ടിൽ കിടക്കാം. അപ്പോൾ ആദ്യം ലിസിയെ അടുത്തിരിക്കുന്ന ആളെന്നുള്ളത്. എൻ്റെ നോവൽ സങ്കല്പം. സഹൃദയരെ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ സങ്കല്പത്തിലുള്ള നോവൽ ഞാൻ എഴുതാനിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു ചവിട്ടുപടിയായിട്ടാണ് മുമ്പേ വിളനിലങ്ങൾ, വിലാപ്പുറങ്ങൾ, അതുപോലെ ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ അർത്ഥകാമയൊക്കെ ഞാൻ കാണുന്നത്. അപ്പോൾ എൻ്റെ നോവൽ സങ്കല്പം എന്താണ് എന്നത്, ദേശകാലങ്ങളെ അതിജീവിക്കുന്ന ഒരു നോവൽ. വിക്ടർ ഹ്യൂഗോ ലെസ് മിസറബിൾസ് എഴുതി കഴിഞ്ഞിട്ട് ഇത് എല്ലാ രാജ്യക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞതുപോലെ ദേശത്തെയും എല്ലാ രാജ്യക്കാർക്കും വേണ്ടിയുള്ളൊരു നോവൽ. അതുപോലെ മനുഷ്യരാശി എത്രത്തോളം നിൽക്കുന്നോ അത്രത്തോളം പ്രസക്തിയുള്ള ഒന്ന്. മനുഷ്യൻ നിരാലംബരും നിരാശരും ദുഃഖിതരും ആയി നിൽക്കുന്നിടത്തോളം കാലം അപ്പോൾ എന്തൊരു അതിമോഹമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇതെൻ്റെ നോവൽ സങ്കല്പമാണ്. ഞാൻ എന്തിനാണ് പ്രിയപ്പെട്ടവർ അതിന് അതിരുകളിടുന്നത്? അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ ഒരുപാട് വായിച്ച് തള്ളിയ നോവലുകളിൽ എനിക്ക് എൻ്റെ ഒരു നോവൽ സങ്കല്പത്തിൽ, അല്ലെങ്കിൽ എനിക്കത് എഴുതാമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് എഴുതിയെങ്കിൽ എന്ന് ആശിച്ചു പോയിട്ടുള്ള ഒരുപാട് നോവലുകളുണ്ട്. പക്ഷെ അത് എഴുതി കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. അപ്പോൾ മൗലികമായിരിക്കണം. മാത്രമല്ല നോവൽ എന്ന് പറയുമ്പോൾ പുതിയത് എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ നോവൽ സങ്കല്പത്തിൽ ഇനി ഞാൻ എന്താണ് പുതിയത്, അല്ലേ? അപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതാണ് എൻ്റെ ഒരു നോവൽ സങ്കല്പം എന്ന് പറയാം. ആധുനിക ലോകത്തെ മനുഷ്യരെ അല്ലെങ്കിൽ മാനവരാശിയെ മുഴുവൻ അഭിസംബോധന ചെയ്യാനായിട്ട് നോവലുകൾക്കാവുന്നത് അതിൻ്റെ ഒരു 3 ഡയമെൻഷൻ ത്രിമാന ആഖ്യാന രൂപമായതുകൊണ്ടാണെന്ന് ഓർഗൻ പാമുക്ക് വിലയിരുത്തിയിട്ടുണ്ട്. പല കാഴ്ചകോണിലൂടെ, പല അടരുകളിൽ, പല തലങ്ങളിലെ നമുക്ക് കഥയെയും കഥാപാത്രങ്ങളെയും കഥാപരിസരങ്ങളെയും സമീപിക്കാമെന്ന ഒരു വലിയ ക്യാൻവാസ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്നെ നോവലിലേക്ക് ആകർഷിച്ചത് ആ വലിയ ക്യാൻവാസ് തന്നെയാണ്. കാരണം വ്യത്യസ്തമായിട്ടുള്ള പ്രമേയങ്ങളെ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ സംവേദനക്ഷമതയോടെ, അല്ലെങ്കിൽ ഭാഷാശൈലി, അതിൻ്റെ പരിചരണം
എല്ലാം വ്യത്യസ്തമാക്കിക്കൊണ്ട് പരീക്ഷണങ്ങൾ നടത്താൻ പറ്റുന്ന വലിയൊരു ക്യാൻവാസ്. അതുതന്നെയാണ് ഈ നോവൽ എന്ന ആഖ്യാന രൂപത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ നോവൽ സാഹിത്യത്തിലേക്ക് പുതുതലമുറക്കാർ എത്ര വേണമെങ്കിലും കടന്നു വരട്ടെ എന്ന് പറയും. അവരെ സ്വാഗതം ചെയ്യുകയാണ്, മറ്റൊന്നുകൊണ്ടല്ല. സാഹിത്യത്തിന്, പ്രത്യേകിച്ച് നോവൽ സാഹിത്യത്തിന് എല്ലാവരും ഉൾക്കൊള്ളാനുള്ള ഇടമുണ്ട്, അത്രമാത്രം. മാത്രമല്ല, മനുഷ്യരും മനുഷ്യ മനസ്സുകളും അതുപോലെ മനുഷ്യ ജീവിതങ്ങളും സങ്കീർണതയിൽ നിന്ന് സങ്കീർണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ ജീവിതങ്ങളാണ് നമ്മുടെ അസംസ്കൃത വസ്തു. അതുപോലെ മനുഷ്യരുടെ വിചാര വിക്ഷോഭങ്ങൾ അല്ലെങ്കിൽ വൈകാരികത എന്ന് പറയാം. ആ വൈകാരികതയാണ് വായനക്കാരെ അനുഭവിപ്പിക്കാനുള്ള ഒരു പ്രക്രിയയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ആ വൈകാരികമായ തലം തന്നെയാണ്. നോവലാകുമോ എന്ന് വളരെ സന്ദേഹിച്ചുകൊണ്ട് എഴുതിയതാണ് ഞാൻ മുമ്പേ എന്ന നോവൽ. വാസ്തവത്തിൽ എൻ്റെ ആദ്യ നോവൽ. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി എഴുതി കഴിഞ്ഞപ്പോൾ, നമുക്ക് എഴുത്ത് എന്ന പ്രക്രിയ ഒരു സത്യാന്വേഷണം കൂടിയാണ്. അല്ലെങ്കിൽ നമുക്ക് സമ്മാനിക്കുന്ന ചിലതുണ്ട് വായനക്കാരേക്കാൾ കൂടുതൽ. നമുക്ക് കിട്ടിയ ജീവിതത്തെ പ്രണയിക്കുക എന്നൊരു അർത്ഥമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടെത്തലാണ് ഞാൻ മുമ്പേ നോവലിലൂടെ കണ്ടെത്തിയത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ പിന്തുടർച്ചയായിരുന്നു വിളനിലങ്ങൾ എന്ന നോവൽ. അത് ഒരു 16 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ കാഴ്ചക്കോണിലുള്ള ഒരു പ്രണയം. അതെങ്ങനെയാണ് ഒരു പുരുഷ കാഴ്ചയിൽ അത് കാമവുമായിട്ട് അല്ലെങ്കിൽ ആ ട്രോമയിൽ എത്തുന്നത് എന്നത്. ആത്മാവിഷ്കാരവും ഇതുപോലെ തന്നെ സത്യാന്വേഷണവും അതിലുപരി സ്വാതന്ത്ര്യമാണ് എഴുത്തുന്നത് എന്നെ പഠിപ്പിച്ചത് വിലാപ്പുറങ്ങൾ എന്ന നോവലിൻ്റെ എഴുത്താണ്. വാസ്തവത്തിൽ എഴുത്തിൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനായിട്ട് എനിക്ക് സാധിച്ചത് വിലാപ്പുറങ്ങൾ എന്ന നോവലിലൂടെയാണ്. അത് പലപ്പോഴും അജ്ഞാതരായ ഏതോ വായനക്കാർക്ക് വേണ്ടി നമ്മൾ എഴുതുന്നെന്ന് പറയും. പക്ഷെ അതിലുപരി വായനക്കാരെ പോലും മറന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ കഥാപാത്രങ്ങൾക്ക് പിന്നാലെ പോയത്. വിലാപ്പുറങ്ങൾ എന്ന നോവലിലെ പ്രത്യേകിച്ച് പനങ്കേറി മറിയയുടെ പിന്നാലേക്ക് പോയത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ തുടർച്ചയാണ് അർത്ഥകാമ എന്ന നോവലും. അർത്ഥകാമയിൽ എങ്ങനെയാണ് പണത്തിൻ്റെ പിറകെ പോകുമ്പോൾ നമ്മൾ യയാതി വി എസ് ഖാണ്ടേക്കറുടെ യയാതി എന്ന നോവലിലെ ഭോഗതൃഷ്ണ എങ്ങനെയാണ് മനുഷ്യരെ എത്രമാത്രം അധംപതിപ്പിക്കുന്നു എന്നതുപോലെ തന്നെയാണ് പണത്തിൻ്റെ പിറകെയുള്ള ഒരു ഓട്ടം, അർത്ഥത്തിന് പിന്നാലെയുള്ള അതിൻ്റെ ഒരു അന്വേഷണം തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെ എനിക്ക് അറിയാതെയോ എങ്ങനെയോ ഒരു പ്രതിബദ്ധതയും അതിൽ വന്നു ചേർന്നു. അത് ഞാൻ അറിയാതെ സംഭവിച്ചതാണ്. പല വായനക്കാരും പറഞ്ഞപ്പോഴാണ് അതിലൊരു രാഷ്ട്രീയം, നോട്ട് നിരോധനം എന്നതിൻ്റെ ഒരു രാഷ്ട്രീയം അതിൽ വന്നിട്ടുണ്ടെന്നത് ഞാനത് അറിയാതെ സംഭവിച്ചതാണ്. അപ്പോൾ അറിയാതെ തന്നെ ഒരു സത്യാന്വേഷണവും സ്വാതന്ത്ര്യമാവുന്നതോടൊപ്പം അത് പ്രതിബദ്ധതയായിട്ട് മാറുന്നു എന്നൊരു സന്തോഷം കൂടെയുണ്ട്. വാസ്തവത്തിൽ ഫ്രാൻസ് കാഫ്കയുടെ മെറ്റമോർഫിസിസ് ആയാലും അതുപോലെ കാമുവിൻ്റെ ഔട്ട്സൈഡർ ആയാലും അതിനേക്കാളൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കൊച്ചു നോവലുണ്ട്. അത് പെട്രോപരാമ എന്ന നോവലാണ്. ഈ കാട്ടുകടന്നൽ, ഗാഡ് ഫ്ലൈ ആൻഡ് ഇതൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് പെട്രോപരാമയൊക്കെ വായിച്ചത്. ഹുവാൻ റുഡോൾഫ്, അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ എപ്പോഴും ഹുവാൻ, അദ്ദേഹത്തിൻ്റെ. അപ്പോൾ പെട്രോപരാമയാണ് എനിക്ക് നോവലാണ് പ്രധാനം, എഴുത്തുകാരല്ല, നോവലാണ്. അപ്പോൾ അതിലെങ്ങനെയാണ് കൊമാല പോലെയുള്ളൊരു മരണപ്പെട്ടവരുടെ ഒരു നഗരം എന്നത് അന്ന് വായിക്കുമ്പോൾ അത് വായനക്കാർ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ ഒരു ഭാവന തന്നെയാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ കോവിഡ് കാലത്ത് അത് വീണ്ടും വായിച്ചപ്പോഴാണ് ഈ എത്രമാത്രം നിസ്സഹായരാണ് അല്ലെങ്കിൽ നിസ്സാരരാണ് മനുഷ്യരെന്നൊരു ബോധ്യപ്പെടുത്തലാണ് വാസ്തവത്തിൽ ആ നോവൽ. കാരണം കോവിഡ് കാലത്ത് ഒരു മനുഷ്യ കുഞ്ഞുങ്ങളും പുറത്തിറങ്ങാതെ, അത് കുറച്ചും കൂടി ഒന്ന് നീണ്ടുപോയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ ജീവജാലങ്ങളും പ്രത്യേകിച്ച് മനുഷ്യരെല്ലാം ശൂന്യമാക്കപ്പെടുന്ന കൊമാല പോലെയുള്ള ഒരു നഗരം, ഒരു പട്ടണം ഉണ്ടാകുമായിരുന്നില്ലേ? അതുപോലെ തന്നെ മാർക്കേസിൻ്റെ 100 Years of Solitude അങ്ങനെയൊന്നും എഴുതാൻ കഴിഞ്ഞെങ്കിൽ നാശിച്ചു പോയിട്ടുള്ള മാർക്കേസിൻ്റെ അതിൻ്റെ സീരീസും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നിരുന്നു. വളരെ മനോഹരമായി തന്നെ അത് ചിത്രീകരിച്ചിട്ടുണ്ട്. മലയാളത്തിലേക്ക് വരുമ്പോൾ ആനന്ദിൻ്റെ ആൾക്കൂട്ടം എന്നെ ഒരുപാട് ഭ്രമിപ്പിച്ച, അല്ലെങ്കിൽ ഒരുപാട് ആവർത്തി വായിച്ചിട്ടുള്ളതാണ് ആനന്ദിൻ്റെ ആൾക്കൂട്ടം. ഒ.യു.ജിൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ അഗ്നിസാക്ഷി എന്ന നോവലിനെ കുറിച്ച് പറയാതെ വയ്യ. എൻ്റെ കോളേജ് കാലത്ത് ആ നോവലിലെ ഓരോ വരികളും കോട്ടിങ്ങും ഇങ്ങനെ എഴുതി വെച്ച് അത് കാണാപ്പാഠം പറയുക, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോട് അതിനെക്കുറിച്ചൊക്കെ ഇടയ്ക്ക് പറയുക എന്നത് എൻ്റെ ഒരു ഹരമായിരുന്നു. വാസ്തവത്തിൽ എന്താ പറയുക, വേദനിക്കുന്ന മനുഷ്യാവസ്ഥയുടെ ഒരു സഹാനുഭൂതിയോടെ കാണുക എന്നതാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ ഒറ്റ നോവൽ മതിയല്ലോ. വാസ്തവത്തിൽ ഇന്നൊരു വലിയ സന്തോഷമുണ്ട്. ഇന്ന് അക്കാദമിയുടെ ലൈബ്രറിക്ക് ലളിതാംബിക അന്തർജനത്തിൻ്റെ ആ പേരിടുന്നു. അതിൻ്റെ വലിയൊരു സന്തോഷം. അതോടൊപ്പം തന്നെ യയാതിയെക്കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞു കഴിഞ്ഞു. MTയെക്കുറിച്ച് പറയാതെ വയ്യ. ഈ MT വേദിയിലെ രണ്ടാമൂഴം എന്ന നോവൽ, അങ്ങനെയൊരു നോവൽ
എഴുതാൻ കഴിഞ്ഞെങ്കിൽ എന്ന്. അത് എഴുതി കഴിഞ്ഞതുകൊണ്ട് ഇനി എനിക്കതല്ല, അത് എഴുതാൻ കഴിയില്ല. എങ്കിലും അങ്ങനെ ഒരു നോവൽ കലാകൗമുദിയിലെ അതിൻ്റെ നമ്പൂതിരിയുടെ ചിത്രത്തോടു കൂടി വന്ന ഒരു ആദ്യ ചാപ്റ്റർ അത്ര ഉൾപ്പുളകത്തോടു കൂടി ഇപ്പോഴും അതിൻ്റെ ആ ഒരു ചിത്രം ഇപ്പോഴും ഓർമ്മയിലുണ്ട്. തിരകൾ എറിഞ്ഞ് തിരകൾ എറിഞ്ഞു കളഞ്ഞിട്ടും ബാക്കിയാക്കപ്പെട്ട അല്ലെങ്കിൽ നശിക്കാതെ രക്ഷപ്പെട്ട ആ ഒറ്റത്തേരെ മണലിൽ നുകം പൂഴ്ത്തി കിടക്കുന്ന ഒരു ചിത്രം. അപ്പോൾ രണ്ടാമൂഴത്തിൻ്റെ ഒരു മഹാരഥനായിട്ടുള്ള എഴുത്തുകാരൻ്റെ ഈ MT വേദിയിലിരുന്ന് ഇത് സംസാരിക്കാൻ കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വിലാപുറങ്ങൾ എന്ന നോവൽ വായിച്ചുകൊണ്ട് അദ്ദേഹം എനിക്ക് അയച്ച SMS ആണ്. ആ ആശംസ വലിയൊരു അനുഗ്രഹ ആശംസയായിട്ട് ഞാൻ എടുത്തിരിക്കുകയാണ്. ഗോ ഹെഡ് എന്നാണ് ആ SMS പറഞ്ഞത്. അദ്ദേഹം പിന്നെ ഒരു ബ്ലർബ് തന്നു, അത് ഞാൻ വിലാപുറങ്ങളുടെ പുറകിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള മഹാരഥന്മാരായിട്ടുള്ള എഴുത്തുകാരെ അദ്ദേഹം റെഡ് വിലാപുറങ്ങൾ കൺഗ്രാസ് ഗോ അഹെഡ്. ആ ഗോ അഹെഡ് എന്ന ആ വരിയിലാണ് ഞാൻ എൻ്റെ നോവൽ സങ്കല്പത്തിലേക്ക് ഉള്ള നോവലുകളിലേക്ക് ഞാൻ എൻ്റെ യാത്ര നടത്തുന്നത്. കാലം കനിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഷംസുദ്ദീൻ കുട്ടോത്ത് പത്രപ്രവർത്തകനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലിലൂടെ തന്നെ വളരെയേറെ ശ്രദ്ധേയനായി. പ്രകൃതിയും തൻ്റെ തന്നെ ജീവിത പശ്ചാത്തലവും അവിടുത്തെ പ്രകൃതിയും നീരുറവുകളും ഒക്കെ തന്നെ വളരെ മനോഹരമായി ആഖ്യാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ നോവൽ. അപ്പോൾ അതൊരു നോവലിലേക്ക് തന്നെ ഒരു വഴിയാണ്. തൻ്റെ പ്രദേശം, അതിൻ്റെ ഭൂതകാലവും ഒക്കെ തന്നെ നോവലിലേക്ക് അദ്ദേഹത്തിൻ്റെ വഴി അതായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഷംസുദ്ദീൻ സംസാരിക്കും. നമസ്കാരം. നമ്മൾ പൊതുവേ പറയാറുണ്ട് ഒരു നോവൽ ആർക്കും എഴുതാം എന്ന് പറയാറുണ്ട്. എനിക്ക് തോന്നിയത് ഞാൻ ആ നോവലായിരിക്കും ഒരു പക്ഷേ എഴുതിയിട്ടുണ്ടാവാൻ തോന്നുന്നത്. കാരണം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് മനുഷ്യർ, അതുപോലെ നമ്മുടെ ഭൂപ്രകൃതി, ഇതൊക്കെ നമ്മൾ എല്ലാ കാലത്തും നമ്മൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ നമുക്ക് വല്ലപ്പോഴും തരാറുണ്ട്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഒരു കുഗ്രാമത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ എല്ലാ ഗ്രാമങ്ങളിലുള്ളതുപോലെ വായനശാലയായിരുന്നു എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ ഒരു പ്രധാന ഞങ്ങളുടെ ഒരു വിനോദ സ്ഥലം. അതായത് വായനശാല, പുസ്തകം വായിക്കൽ മാത്രമല്ല, ഞങ്ങളവിടെ പോയി ഇരിക്കുകയും ആ പഴയ പുസ്തകങ്ങളുടെ മണം ഒക്കെ പിടിച്ചിട്ടുള്ള അതിൻ്റെ ഒരു ചുറ്റുവട്ടത്തുള്ള ഒരു ജീവിതമുണ്ട്. പലർക്കും ആ കാലം കടന്നു വന്നവർക്കത് പരിചയമുണ്ടാവും. അത് നന്നായി അനുഭവിക്കാൻ പറ്റിയ ഒരാളാണ് ഞാൻ. എനിക്കെപ്പോഴും തോന്നാറുള്ളത് ഈ പുസ്തകങ്ങളെ, ഈ നനഞ്ഞ പുസ്തകങ്ങളുടെയൊക്കെ ഒരു മഴയൊക്കെ ചോർന്ന് നനഞ്ഞ പുസ്തകങ്ങളുടെ ഒരു മണമുണ്ട്. ആ മണമൊക്കെ തട്ടി നിൽക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ എഴുതിയ ഒരുപാട് മനുഷ്യന്മാർ എവിടെയോ മറിഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അത് ഭയങ്കര എവിടെയാണ് ഇവരൊക്കെ ഉള്ളത് എന്ന് നമുക്കറിയാലോ. കുട്ടിക്കാല ചെറിയ പ്രായത്തിൽ ഇത്രയും പുസ്തകം എഴുതിയ ഒരുപാട് ആൾക്കാർ എവിടെയോ, നമുക്ക് ആദ്യമൊക്കെ തോന്നുന്ന വായനശാലയിൽ ഇവരൊക്കെ രാത്രിയായി കഴിഞ്ഞാൽ ഇവരൊക്കെ വരും എന്നൊക്കെയുള്ളൊരു ധാരണയായിരുന്നു അന്നുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ നാട്ടിന് തൊട്ടടുത്ത് ഒരു വലിയ എഴുത്തുകാരൻ, അതായത് M. സുധാകരൻ എന്ന് പറയുന്ന ഒരു കഥാകൃത്ത് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആവലട്ടി കുഞ്ഞിരാമക്കുറുപ്പ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്തൊക്കെ നല്ല കഥകൾ എഴുതിയ, മനുഷ്യസ്നേഹം എന്ന് പറയുന്ന ഒരു പുസ്തകം ഇറക്കിയ, അതിന് ഉറൂബിൻ്റെ അവതാരിയൊക്കെ എഴുതിയ വലിയ എഴുത്തുകാരനാണ്. പക്ഷേ മലയാള സാഹിത്യത്തിൽ എവിടെയും അടയാളപ്പെടുത്താതെ പോയ, എനിക്ക് തോന്നുന്നു വിജയൻ മാഷ് മാത്രമാണ് അദ്ദേഹത്തെ പറ്റി എവിടെയെങ്കിലുമൊക്കെ എഴുതിയിട്ടുള്ളത്. ഇന്നും ഒരു പാഠപുസ്തകത്തിലൊക്കെ ഉൾപ്പെടുത്താവുന്ന, അതായത് ആ കാലഘട്ടത്തിലുള്ള കഥകളെയും കാലഘട്ടത്തെയൊക്കെ അടയാളപ്പെടുത്താവുന്ന കഥകൾ എഴുതിയ, മനോഹരമായ കഥകൾ എഴുതിയ, റിസ്റ്റ് വാച്ച് പോലത്തെ ശക്തമായ രാഷ്ട്രീയ കഥകൾ എഴുതിയ ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥകളൊന്നും എവിടെയും കാണാറില്ല. അപ്പം ഇത്രയും വലിയ ആവലട്ടി കുഞ്ഞിരാമക്കുറുപ്പ് എന്ന് പറയുന്ന അത്രയും വലിയ പേരുള്ള ഒരു എഴുത്തുകാരൻ എൻ്റെ നാട്ടിലുണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അത്രയും പെരുമയുള്ള ഒരാൾ. പക്ഷേ ദൗർഭാഗ്യം എന്ന് വെച്ചാൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു കഥ പോലും വായിക്കാൻ ആ കാലത്ത് കഴിഞ്ഞില്ല. അപ്പം ഒരു എഴുത്തുകാരൻ നാട്ടിലുണ്ട്, പക്ഷേ അയാളുടെ എഴുതിയ കഥകൾ കിട്ടാനില്ല. കാരണം 60 വർഷം മുന്നെയാണ് അദ്ദേഹം കഥ എഴുതിയത്. അദ്ദേഹത്തിൻ്റെ മകനോട് സംസാരിച്ചപ്പം പുള്ളിയും നാട്ടിലൊന്നും വരാറില്ല, ഞങ്ങളുടെ നാട്ടിൽ വരാറില്ല. അവള കുട്ടോത്ത് എന്നൊക്കെ പറയുന്ന പ്രദേശമാണ് ഞങ്ങൾ. ആ പ്രദേശത്ത് പുള്ളി വരാറില്ല. പുള്ളി വടകരയിലാണ് താമസം. അപ്പം ഒരു 20 വർഷം മുന്നേ അവിടെയുള്ളൊരു വായനശാലയുടെ ആൾക്കാർ, അവലട്ടി എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ പേരിലുള്ള വായനശാലയുടെ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കഥകൾ സമാഹരിക്കുകയും എന്നിട്ട് അതിന് ഒരു കുറിപ്പെഴുതാൻ എന്തുകൊണ്ടോ എന്നെ സമീപിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിലായിരിക്കാം. ഞാനതിന് ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഞാനൊരു യാത്ര നടത്തി നാട്ടിലൂടെ.
അതായത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം, അദ്ദേഹത്തിൻ്റെ ആൾക്കാർ, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ, അതെൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അന്വേഷണമായിരുന്നു. എന്നിട്ട് ഞാൻ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കുറേ സംഗതികൾ എൻ്റെതായ രീതിയിലും മറ്റ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അങ്ങനെയുള്ള ആൾക്കാരുടെ നിന്നൊക്കെ സംഘടിപ്പിക്കുകയും അത് ആ പുസ്തകത്തിലൊരു 10 പേജിൽ എഴുതുകയും ചെയ്തു. ആ പുസ്തകം ഇറങ്ങിയതിന് ശേഷം ഒരുപാട് കുട്ടികൾ, അതുപോലെ പരിസരത്തുള്ള സ്കൂളുകളിലെ അധ്യാപകരൊക്കെ നാടിൻ്റെ ചരിത്രമൊക്കെ പഠിക്കാനുണ്ടല്ലോ. ഇപ്പോൾ കുട്ടികൾക്ക് എഴുതാനും അങ്ങനെ പ്രത്യേക വർക്കുകളൊക്കെ ഉള്ളപ്പം വിളിക്കാറുണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് ഞങ്ങളുടെ നാട്ടിലെ കുട്ടോത്ത് എന്ന പേരെങ്ങനെയാണ് വന്നത്, പേരാമ്പ്ര എന്നുള്ള പേരം എങ്ങനെയാണ് വന്നത്, ഇങ്ങനെ കുറേ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട് പലരും വിളിക്കുകയായിരുന്നു. സത്യത്തിൽ എനിക്കും കൂടുതലൊന്നും അറിയില്ല. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഞാൻ എൻ്റെ നാട്ടിൽ പോകുന്ന സമയത്ത്, ലീവിനൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ ഒരു റെക്കോർഡർ എടുത്തിട്ട് ഞാൻ നാട്ടിലെ പ്രായമുള്ള ഒരുപാട് ആളുകളെ അന്വേഷിച്ച് അവരുടെ അടുത്ത് പോയിരുന്ന് മണിക്കൂറുകളോളം സംസാരിച്ച് ഏകദേശം ഒരു 7 വർഷത്തോളം ഞാൻ പലരുടെ അടുത്തും പോയിരുന്ന് സംസാരിക്കുകയും അവർ പറഞ്ഞതൊക്കെ കേൾക്കുകയും അതിൽ ഒരുപാട് ചിലർ പറഞ്ഞത് മറ്റു ചില ആൾക്കാർ പറയുമ്പോൾ അത് വേറെ തരത്തിലായിരിക്കും. അങ്ങനെ പലരും ശരിയും തെറ്റും അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കുകയും പിന്നീട് ഇതെല്ലാം കൂടെ കൊണ്ടുപോയി ഞാനത് എല്ലാം കൂടെ ആദ്യം ഇതൊന്ന് ഒരു രൂപത്തിൽ എഴുതി വെക്കുകയും പിന്നീട് അതിൽ എൻ്റേതായ തരത്തിൽ ഇത് നേരിട്ടത്, കാരണം ചരിത്രമല്ല, പലരും പലതരത്തിലാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് ചരിത്രത്തിൽ പെടുത്താൻ പറ്റില്ല, ഇതൊരു എല്ലാം വസ്തുതയാവണമെന്നില്ല. അപ്പം ഞാൻ ആലോചിച്ചത് എങ്ങനെയായിരിക്കും ഇത് എഴുതാൻ എന്നുള്ളൊരു ആലോചന എനിക്ക് തോന്നിയ അവസാനം നമുക്കൊരു ഫിക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും നന്നാവുക എന്ന് തോന്നി. അങ്ങനെയാണ് അതിലെ ആ നോവൽ എഴുതുന്നത്. മാത്രമല്ല അതിൽ എനിക്ക് എൻ്റെ നാട്ടിൽ ഞാൻ കണ്ടതും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതും മരിച്ചുപോയി ആയിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. മനുഷ്യർ മാത്രമല്ല, നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ഈ തട്ടുകടകളിലും ചായക്കടകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫിലോസഫി സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ചായക്കടയിൽ നിന്നിട്ട് പറയുന്ന ഇപ്പം തെങ്ങ് കയറാൻ പോകുന്ന ആൾക്കാരും അല്ലെങ്കിൽ മുടിവെട്ടാൻ പോകുന്ന ആൾക്കാരും ഇവരൊക്കെ ഇരുന്ന് സംസാരിക്കും. ഞങ്ങൾ അവിടെ ഒരു കടയുണ്ട്, അവിടെ ഒരു ചായ, അതുപോലെ ഒരു പൊറോട്ട, അതിൽ കുറച്ച് പഞ്ചസാര, അതിങ്ങനെ കുത്തി തിന്നുകയും അതിൻ്റെ കൂടെ ചായ കുടിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ എല്ലാവരും അവിടെ വന്നിട്ട് രാവിലെ തലേന്നത്തെ എല്ലാ കഥകളും ആ കടയിലിരുന്നാണ് പറയുക. അപ്പം ഇതിങ്ങനെ കേൾക്കാൻ പോയി ഇരിക്കുന്ന നമുക്കൊരു ഇഷ്ടമുള്ള പരിപാടി. ചില ആൾക്കാർക്ക് 2 ചായ വേണ്ടി വരും, ചില ആൾക്കാർക്ക് മധുരം കുറച്ച്, ഇങ്ങനെ പ്രത്യേക തരത്തിലുള്ള ചായകളൊക്കെ ആയിരിക്കും. ഈ ഒരു പൊറോട്ടയാണ് എല്ലാവരും കഴിക്കുക. അപ്പം ഇതിൻ്റെ ഇടയിൽ ആ കടയിലുണ്ടാകുന്ന കഥകൾ ഒരുപാട് ഫാൻറ്റസി, എനിക്ക് തോന്നുന്നു ലോകത്ത് ഏറ്റവും നല്ല ഫാൻറ്റസി കഥകളൊക്കെ ഉണ്ടാകുന്ന ഇത്തരം ചായക്കടകളിലാണ്. ചായക്കടകളെ ഫിലോസഫി അതിഗംഭീരം, അവർക്കറിയില്ല ഫിലോസഫിയാണ് അവർ പറയുന്നത് എന്നുള്ളത്. അവർ ഭയങ്കര രസമായിട്ട് എന്തെങ്കിലും തെങ്ങുമൊക്കെ കയറിയ കഥയോ അല്ലെങ്കിൽ എന്തെങ്കിലും കഥയ്ക്കും പറയുന്നുണ്ടാവുക. ഒരുപാട് ആ നോവൽ ഞാൻ കുറേ എഴുതിയിട്ടുണ്ട് അങ്ങനത്തത്. കാരണം അതൊന്നും എൻ്റെതല്ല, അതൊക്കെ ഇങ്ങനെ ഏതൊക്കെയോ മനുഷ്യന്മാർ പറഞ്ഞ് തന്നു പോയിട്ടുള്ള സംഗതികളാണ്. ഇങ്ങനത്തെ സംഗതികളൊക്കെ ഞാൻ ഓർത്തെടുക്കുകയും അല്ലെങ്കിൽ എഴുതി വെക്കുകയൊക്കെ ചെയ്ത് കുറേ കാലം അതിനു വേണ്ടി അതിൻ്റെ പിന്നിൽ ഇതാരാണ് എഴുതിയത് അങ്ങനെയൊക്കെ അന്വേഷിച്ച് വെക്കും. അപ്പോൾ അതിനൊന്നും ഒരു റൈറ്ററൊന്നുമില്ല, അതിനൊരു അതോറിറ്റി ഒന്നുമില്ല. അപ്പം ഇങ്ങനെ കുറേ സംഗതികൾ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു നാട്ടും പുറത്ത് നമുക്ക് കിട്ടാവുന്ന ഒരുപാട് സംഗതികളുണ്ട്. നമ്മൾ ഈ മാർക്കേഴ്സിനെ പറ്റിയൊക്കെ പറയുകയാണ്. ഞാൻ ആലോചിച്ച് നോക്കാം, നമ്മളെ നാട്ടിലെ വായനശാലയിലോ ഒരു ബാർബർ ഷോപ്പിലോ പോയി ഇരുന്നാൽ കിട്ടാവുന്ന കഥകൾ ശരിക്കും മാർക്കേഴ്സ് നമ്മളെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിലും ഗംഭീരമായെന്നൊക്കെ തോന്നാറുണ്ട്. അത്തരത്തിലുള്ള കുറേ സംഗതികൾ, അത് കുറേ മനുഷ്യന്മാർ, കുറേ മരിച്ചുപോയ ആൾക്കാർ, കുറേ മണ്ടത്തര. ഞങ്ങൾ നാട്ടിലൊക്കെ എല്ലാ നാടുകളിലും, എനിക്കൊന്ന് കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങൾക്കും ഒരു സ്വഭാവമുണ്ട്. അവിടെയൊക്കെയുള്ള എല്ലാ മനുഷ്യന്മാർക്ക് ഏകദേശം ഒരേപോലെയൊക്കെയുള്ള സ്വഭാവമുള്ള ആളുകളാണ്. അപ്പം ചിലപ്പോൾ ശരീരത്തിൻ്റെ എന്തെങ്കിലും വൈകൃതം അല്ലെങ്കിൽ എന്തെങ്കിലും നിറത്തിൻ്റെ പേരിലൊക്കെ ഇവർക്കൊക്കെ രണ്ടാമത്തൊരു പേരുണ്ടാവും, ഒരു ശരിക്കുള്ള പേര് അല്ലാത്ത വേറൊരു പേരുണ്ടാവും. എല്ലാ നാട്ടിലും ഉണ്ടാവും ഇങ്ങനെ. ഇത്തരം പേരുകളിലാണ് ആ നാട്ടിലെ ഇവരൊക്കെ അറിയപ്പെടുക. ഇപ്പോഴും നമ്മളത് പ്രയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒരു കാലത്ത് ഇത് ചിലപ്പം വലിയ അപകടമാവും. അതുകൊണ്ട് ഞാൻ ആ നോവലിൻ്റെ ആദ്യം തന്നെ ഇത് കള്ളമാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അത് കള്ളമൊന്നല്ല, സത്യമാണ്. പക്ഷെ നമ്മളങ്ങനെ എഴുതിയില്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും കേസൊക്കെ കൊടുത്താൽ നമുക്ക് പണിയാവും. കാരണം അതിൽ ഞാൻ കേട്ട ഒരു സംഗതി, ഒരാളുണ്ട്, അയാളുടെ മുഖമൊക്കെ കൂടി ഇങ്ങനെ കണ്ണൊക്കെ ഭയങ്കര പ്രശ്നമാണ്, അയാൾക്ക് നടക്കാൻ വയ്യ, ദളിതനാണ്, നടക്കും പക്ഷേ ഭയങ്കര അയാൾക്ക് തന്നെ അയാൾ ഇഷ്ടമല്ല, അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. ലോകത്തോട് മുഴുവൻ ഇഷ്ടക്കേടാണ്, അയാളോട് ഇഷ്ടക്കേടാണ്. അപ്പോൾ അയാൾക്ക് പൈസയൊന്നും ഇല്ലാണ്ട് അയാളൊരു വലിയ സമ്പന്നരായൊരു വീട്ടിൽ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് നിൽക്കുക. അപ്പോൾ ഇയാൾ ആ വീട്ടിലേക്ക് ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ പോകും. അപ്പോൾ ഇയാൾ എടുക്കുമ്പോൾ ഒരെണ്ണം ഇയാളും എടുക്കും, പക്ഷേ ഇയാൾക്ക് ഒരിക്കലും അടിക്കില്ല. ഒരു തവണ ആ വീട്ടിൽ 12 ലക്ഷം രൂപ അടിച്ച്, ഇത് ശരിക്കുള്ളതാണ്. ഇതടിച്ചു കഴിഞ്ഞപ്പം ഇയാൾ ആ കടയിൽ വന്നിരുന്ന്, പീടിയിലിരുന്ന്, കട എന്ന് പറയുന്നത് ചായപ്പീടിയിൽ വന്നിരുന്ന് പറയുന്നത്, പടച്ചോനൊരു നായിൻ്റെ മോനാ, ഞാൻ കണ്ടിരുന്ന ഒരു ചവിട്ട് കൊടുത്തേനെന്നാണ് പറയുന്നത്.
കാരണം അത് ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദൈവനിഷേധമല്ല, ഒരു ദളിതൻ്റെ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മൊത്തം മാറ്റി നിർത്തപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ ഒരു എന്താ പറയുക, ഒരു സമരമുഖം അല്ലെങ്കിൽ അയാളുടെ ഒരു പ്രതികാര മുഖമാണ്. അയാൾക്ക് അത് എവിടെയും കാണിക്കാൻ പറ്റില്ല. ആ ചായക്കടയിൽ ആ പൊറോട്ടയുടെ മുമ്പിലിരുന്ന് ആ കൂട്ടിയിട്ടിരിക്കുന്ന മറ്റേ ചായപ്പൊടിയുടെ ആ കൂമ്പാരത്തിൻ്റെ അടുത്തിരുന്ന് അല്ലെങ്കിൽ പഴത്തൊലി തൂക്കിയിട്ടിരിക്കുന്ന അതിൻ്റെ ഇടയിൽ ഇരുന്ന് മാത്രമാണ് അയാൾക്കത് പറയാൻ പറ്റുക. അങ്ങനെയുള്ള കുറേ പ്രതികരണങ്ങളും കുറേ ജീവിതങ്ങളുമാണ് അത്തരത്തിലായുള്ളത്. അതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും അത്തരത്തിൽ ഒരുപാട് കഥകൾ പറയാൻ ഉള്ള കഥകളുള്ള മനുഷ്യരാണ് അതിലുള്ളത്. ഇത്രയാണ് അതിൻ്റെ ഒരു നോവലിലേക്ക് വന്നത്. വിദേശത്തിരുന്നു കൊണ്ടായിരിക്കാം ഒരുപക്ഷെ തൻ്റെ സ്വന്തം നാടിനെ കുറിച്ച് ഷീലയ്ക്ക് എഴുതാൻ കഴിഞ്ഞത്. കാരണം വിട്ടു നിൽക്കുമ്പോൾ ആയിരിക്കാം അതിൻ്റെ അനുഭവങ്ങൾ കുറേ കൂടിയൊക്കെ തീവ്രമാകുന്നു. അതേസമയം സ്വന്തം നാട്ടിലിരുന്ന് വിദേശത്തെക്കുറിച്ചും എഴുതാൻ കഴിയും. അതും എഴുതിയിട്ടുണ്ട്. നല്ല ഈ കാലഘട്ടത്തിലെ വളരെ സജീവമായ എഴുത്തുകാരിയായിട്ടുള്ള ഷീല ടോമി. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ പ്രഗത്ഭരായ നോവലിസ്റ്റുകളുടെ കൂടെ ഇവിടെ വന്നിരിക്കാൻ സാധിച്ചതിൽ. അതിലെ സന്തോഷം മുതൽ 6 പേരിൽ 4 പേരും സ്ത്രീകളാണ് അല്ലേ. ഇപ്പോൾ എൻ്റെ നോവൽ സങ്കല്പത്തെപ്പറ്റി പറയാനായിട്ട് ഇവിടെ ഇരിക്കുന്നത് അധികവും സ്ത്രീകളാണ്. തീർച്ചയായിട്ടും ഞാൻ ഒരു നോവലിസ്റ്റായി തീർന്നതിന് ഒരു കാരണം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ. ഒരിക്കൽ ഞാൻ കഥകൾ എഴുതി ഗൾഫിലായിരുന്ന സമയത്ത് കഥകളൊക്കെ എഴുതി അയച്ചുകൊണ്ടിരുന്ന സമയത്ത് അധികമൊന്നും അയച്ചിട്ടില്ല, 3-4 പ്രാവശ്യം അയച്ചിട്ടുണ്ട്. ആ കഥകളൊക്കെ എവിടെയും പ്രസിദ്ധീകരിക്കാതിരുന്ന മുഖ്യധാര മാധ്യമങ്ങളോട് എൻ്റെ ആദ്യത്തെ കടപ്പാട്. കാരണം നമ്മുടെ മീഡിയം ഏതാണ് എന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയായിരിക്കാം. പക്ഷേ നമുക്ക് പറയാനുള്ളത് പറയാനൊരു മാധ്യമം വേണം. നമ്മൾ പറയുന്നത് മുഖ്യധാര ഇന്നാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്, എഡിറ്റ് ചെയ്യപ്പെടാത്തതൊക്കെ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഗൾഫിലായിരുന്ന 10-20 വർഷക്കാലം അന്ന് എഴുത്തെന്ന് പറയുന്നത് എൻ്റെ പ്രയോറിറ്റി ഒന്നും ആയിരുന്നില്ല. ആദ്യം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ കവിതയായിരുന്നു ആദ്യം എഴുതിക്കൊണ്ടിരുന്നത്. അധികം വായിച്ചുകൊണ്ടിരുന്നതും ചൊല്ലിക്കൊണ്ടിരുന്നതും ഒക്കെ കവിതയായിരുന്നു. നോവൽ വായിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു സമയം പോകുന്ന, കാരണം എൻജിനീയറിംഗ് ആയിരുന്നു ഫീൽഡ്. അപ്പോൾ ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് നോവലുകൾ വളരെ സെലക്റ്റഡായിട്ട് വായിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. പക്ഷേ കവിത എഴുതി കഴിയുമ്പോഴുള്ള ഒരു വലിയൊരു കൺഫ്യൂഷൻ ഇങ്ങനെയായിരുന്നു. ഈ വരികൾ ഞാൻ എവിടെയോ വായിച്ച ഒരു കവിതയിലെ വരികളാണോ, അല്ലെങ്കിൽ എന്നും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എപ്പോഴും തോന്നാവുന്ന ഒരു സംശയമാണ്. അങ്ങനെ ഒരു സംശയത്തെ കൊണ്ട് ഞാൻ കവിത എഴുത്ത് നിർത്തി എന്ന് പറയാം. കാരണം കവിത എഴുതി കഴിഞ്ഞാലൊരു സംശയമാണ്, ഇത് എൻ്റെ തന്നെ വരികളാണോ എന്നുള്ളൊരു സംശയം. പക്ഷേ കുറേ മുമ്പോട്ട് പോയപ്പോഴാണ് നമ്മൾ എഴുതുന്ന ഓരോ വാക്കിനെ നമ്മളുടെ പൂർവികരോട് കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ സ്വന്തമായിട്ടൊന്നും സൃഷ്ടിക്കുന്നില്ല. എല്ലാം ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി പൂർത്തീകരണമാണ് നമ്മുടെ കൃതിയിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ എഴുത്തിലൂടെ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വയനാട് സ്വദേശിയാണ് ഞാൻ. ഒരു 30കളിൽ ആദ്യകാലത്തെ കുടിയേറ്റത്തിൽ എൻ്റെ ഗ്രാൻഡ് പാരൻസ് വല്യപ്പച്ചനൊക്കെ വയനാട്ടിലേക്ക് കുടിയേറിപ്പോയതാണ്. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ വയനാട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് ഗൾഫിലേക്ക് പോയി. ആ നേരത്തൊക്കെ കൂടെ ഉണ്ടായിരുന്നത് ഒരുപാട് പുസ്തകങ്ങളായിരുന്നു. നേരത്തെ ലിസ്റ്റ് ചേച്ചി മഹത്തായ ക്ലാസിക്കുകളെക്കുറിച്ച് പലതും പറഞ്ഞു. അതുപോലെയുള്ള ഒരു പുസ്തകങ്ങളാണ് അക്കാലത്ത് എൻ്റെ അക്ഷരങ്ങളിൽ എന്നെ വളർത്തിക്കൊണ്ടിരുന്നത്. അക്ഷരങ്ങൾ എന്നിൽ നിന്നും വിട്ടുപോകാതിരിക്കാൻ എന്നെ സഹായിച്ചത് ആ പുസ്തകങ്ങളുടെ വായനയാണ്. അന്നൊക്കെ കുട്ടികളെ നോക്കി അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് പിന്നെ എഴുത്തേറ്റവും അവസാനത്തെ പ്രയോറിറ്റി ആയിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ വലുതായപ്പോഴാണ് എനിക്ക് എന്നെ അടയാളപ്പെടുത്തണം, എൻ്റെ ആത്മപ്രകാശനത്തിനുള്ള ഒരു വഴിയായി ഞാൻ എൻ്റെ അക്ഷരങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങിയതും. അങ്ങനെ ഒരു വലിയ ചെറുകഥയുടെ ചെറിയ ക്യാൻവാസിൽ ഒതുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എഴുതാൻ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള മീഡിയമാണ് നോവൽ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നോവലിലേക്ക് തന്നെ കടന്നു വന്നത്. കാരണം നോവലിൽ നമ്മൾ സ്വതന്ത്രരാണ്. ചെറുകഥയുടെ ഒരു ചെറിയ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്ന് ഒരു കവിതയ്ക്ക് വളരെ അടുത്ത് നിൽക്കുന്ന രൂപമാണ് ചെറുകഥ എന്ന് നമുക്കറിയാം. അതിലൊന്നും ഒരു വാക്കുപോലെ നമുക്ക് അധികമായിട്ട് ചേർക്കാൻ പറ്റില്ല. നോവൽ എഴുതുമ്പോൾ നമ്മൾ വളരെ സ്വതന്ത്രരാണ്. നമ്മൾ പറയാൻ പോകുന്ന ഇപ്പോൾ വയനാടിനെക്കുറിച്ച് ഞാൻ എഴുതി തുടങ്ങിയാൽ വയനാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരെക്കുറിച്ച് എഴുതുക എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ആ നോവൽ എഴുതി തുടങ്ങുന്നത്. ആ
മനുഷ്യരും അവരുടെ വ്യഥകളും അവരുടെ സ്വപ്നങ്ങളും അവരുടെ പോരാട്ടങ്ങളുമൊക്കെ എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ കൂടെ തന്നെ വളർന്നതാണ്, എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. കാരണം അതിലൊരു കാടൊരു മുഖ്യ കഥാപാത്രമായിട്ട് വരുന്നു എന്നൊക്കെ നോവൽ വായിച്ചവർ പറഞ്ഞു. അത് കാട് വരണമെന്ന് വിചാരിച്ച് കാട് സൃഷ്ടിക്കുന്നതല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക രാഷ്ട്രീയം പറയണമെന്ന് വിചാരിച്ച് അതിൽ രാഷ്ട്രീയം എഴുതി ചേർക്കുന്നതല്ല. നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടുകളും നമ്മൾ കണ്ട് വളർന്ന ഒരുപാട് കാര്യങ്ങളും നമ്മളുടെ മുന്നിലൂടെ കടന്നുപോയ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നേരിട്ട അല്ലെങ്കിൽ അവർ കടന്നുപോയ സംഘട്ടനങ്ങളും സംഘർഷങ്ങളും ഒക്കെയാണ് ആ നോവലിലൂടെ ഇതൾ വിരിഞ്ഞു വന്നത്. അതേപോലെ തന്നെ ആ നോവലിൽ ചെറുപ്പം മുതൽ ഞങ്ങളോടൊപ്പം വളർന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഭൂമികളിൽ പാടങ്ങളിലും തോട്ടങ്ങളിലുമൊക്കെ ജോലി ചെയ്തെടുത്ത് സ്വന്തം ഇന്നും അവർ ഒരു തുണ്ടം ഭൂമിക്ക് അവകാശികളല്ലാതെ ഇന്നും ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്ന മനുഷ്യരോടുള്ള ഐക്യപ്പെടൽ കൂടിയായിട്ട് ആ നോവൽ മാറുകയായിരുന്നു. അതൊന്നും അങ്ങനെ വരണമെന്ന് വിചാരിച്ച് എഴുതിയൊരു സംഗതിയല്ല. എനിക്ക് തോന്നുന്നു നോവലിൽ പലപ്പോഴും ഇവിടെ ഇരിക്കുന്ന നോവലിസ്റ്റുകൾക്കറിയാം, നമുക്കൊരു ത്രെഡ് ഉണ്ടാവും, ഒരു 1.5 പേജിൽ എഴുതി വെച്ച ഒരു കഥയായിരുന്നു. പക്ഷേ ആ കഥാപാത്രങ്ങൾ നമ്മളെ വലിച്ച് നമ്മളറിയാത്ത പല പല പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ പല പല തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ചിലപ്പോൾ നൂറ്റാണ്ടുകൾക്കപ്പുറം മരിച്ചുപോയ ചില മനുഷ്യരുടെ ശബ്ദങ്ങൾ നമ്മുടെ കൃതികളിലൂടെ വായനക്കാരന് കേൾക്കാനാവും. അത് നോവലിലെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന നമ്മുടെ ഏകാന്തതയിൽ നമ്മുടെ എഴുത്ത് പ്രക്രിയയിലായിരിക്കുമ്പോൾ ആരോ എവിടെ നിന്നോ നമുക്ക് എറിഞ്ഞു തരുന്ന ചില സങ്കല്പങ്ങളും ചില വിചാരങ്ങളും ചില സ്വപ്നങ്ങളുമൊക്കെ ആ രൂപത്തിൽ രൂപാന്തരം പ്രാപിക്കുകയാണ്. കാൾ സാഗൻ്റെ ഒരു വാചകമുണ്ട്, നമ്മളൊരു കൃതി എടുക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരാളുടെ ശബ്ദം നമുക്കതിൽ കേൾക്കാം എന്ന്. അത് എനിക്ക് വളരെ കൃത്യമായിട്ട് തോന്നി. ഇപ്പം നമ്മളുടെ ഈ കാലത്ത് ചരിത്ര നോവലുകളും ചരിത്രമൊക്കെ ഒരുപാട് ഫിക്ഷനിൽ ഉപയോഗിക്കപ്പെടുന്ന കാലത്ത് ഒരു കാലത്ത് അതിനെപ്പറ്റി ഒരു പരാതി ഉണ്ടായിരുന്നു, എന്തിനാണ് ഈ ഫിക്ഷനിൽ ഇങ്ങനെ ചരിത്രം കുത്തി നിറയ്ക്കണത് എന്ന്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് ആ ചരിത്രത്തിലെ ഒരു അടയാളപ്പെടുത്തൽ നടത്തിയ സുരേഷ് മാഷ് അടുത്തിരിക്കുന്നുണ്ട്. മറതി എന്നൊരു മനോഹരമായ നോവൽ എഴുതിയ മാഷ് സദസ്സിലുണ്ട്. അതുപോലെ പല നോവലിസ്റ്റുകളും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ചരിത്രം തിരുത്തപ്പെടുന്ന ഒരു കാലത്ത് നമ്മളുടെ ഇനി വരുന്ന കാലത്ത് യഥാർത്ഥത്തിലുള്ള ചരിത്രം വായിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഫിക്ഷനിലൂടെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന നമ്മൾക്ക് എഴുതാൻ കിട്ടിയിരിക്കുന്ന ഒരു മാധ്യമം നമുക്ക് നമ്മളോട് തന്നെയുള്ള സംസാരവും സമൂഹത്തോടുള്ള സംസാരവുമായിട്ട് ആണ് നമ്മുടെ എഴുത്ത് രൂപാന്തരപ്പെടുന്നത്. നമ്മളെ തന്നെ നവീകരിക്കുന്നതോടൊപ്പം സമൂഹത്തിൻ്റെ ഏതെങ്കിലുമുള്ള രീതിയിലുള്ളൊരു ചലനം സൃഷ്ടിക്കാൻ അതിന് കഴിയണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ നോവൽ എന്ന ഒരു രൂപത്തിൽ എഴുത്ത് സൃഷ്ടി പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ എന്നെ ഞാനാക്കിയ ആ നാടിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ എന്തെഴുതണമെന്ന് ആഗ്രഹിച്ചപ്പം എൻ്റെ സങ്കല്പത്തിലെ നോവൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഇനി പറയപ്പെടാതെ മറഞ്ഞു കിടക്കുന്ന മനുഷ്യരുടെ കഥകൾ അല്ലെങ്കിൽ ഇനിയും അറിയാത്ത ദേശങ്ങളെ അടയാളപ്പെടുത്താനുള്ള കഥകൾ അങ്ങനെയുള്ളത് പറയണം. നോവൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ പ്രമേയത്തിൽ നവീകരണമുണ്ട്, ആവിഷ്കാര രൂപത്തിൽ ശൈലിയിലൊക്കെ നവീകരണം എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹിത്യരൂപമാണല്ലോ നോവൽ എന്ന് പറയുന്നത്. അപ്പം പുതിയത് എന്ത് എന്ന് അന്വേഷിച്ചപ്പം ഇതുവരെ പറയപ്പെടാത്ത പെൺയാത്രകളെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചാണ് ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവൽ എഴുതി തുടങ്ങുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പ്രവാസത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ആണുങ്ങളുടെ പ്രവാസത്തെ പല നോവലുകളിലും ഫിക്ഷനിലും നന്നായിട്ട് മലയാളത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പെൺപ്രവാസം പലപ്പോഴും അടയാളപ്പെടുത്തപ്പെടുന്നില്ല. ബെന്യാമിൻ്റെ നിശബ്ദ സഞ്ചാരങ്ങളിലൊരു നഴ്സിൻ്റെ യാത്രയുണ്ട്. കാനഡയിൽ നിന്ന് എഴുതുന്ന നിർമ്മലയുടെ നോവലുകളിൽ, അതുപോലെ ബീന, സൗദി അറേബ്യയിലെ ബീനയുടെ കഥകളിലും നോവലിലൊക്കെ പലപ്പോഴും പ്രവാസത്തിലുള്ള പെണ്ണുങ്ങളെക്കുറിച്ചുള്ള കഥകളും നോവലുകളൊക്കെ പിറക്കുന്നുണ്ട്. പക്ഷെ പലതും മുഖ്യധാരയിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ ഒരുപാട് പേരുടെയുണ്ട്. സോണിയ റഫീഖ് അവർ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ, ഹരിത സാവിത്രി ഖുർദുകളുടെ വേദന അവർ നേരിട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ ഞാനായിരുന്ന 10-20 വർഷം ജോലി ചെയ്തിരുന്ന സമൂഹത്തിൽ എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന പലസ്തീനികൾ, ജോർദാനികൾ, സിറിയക്കാർ, ലെബനനികൾ, അങ്ങനെ പല അറബ് ദേശക്കാരുമായിട്ടുള്ള
ഒരുമിച്ച് സഹവർത്തിത്വത്തിലൂടെ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ചില കാര്യങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു വഴിയായിട്ട് ഞാൻ ഈ നോവലിനെ ഉപയോഗിക്കുകയായിരുന്നു. പക്ഷേ അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. 2023 ഒക്ടോബറിന് ശേഷമുള്ള ഇസ്രായേലിൻ്റെ ക്രൂരമായ അധിനിവേശം സംഭവിക്കുന്നതിനും 1 വർഷം മുമ്പാണ് ഈ നോവൽ പുറത്തു വരുന്നത്. പക്ഷേ ഒരു നൂറ്റാണ്ടോളമായിട്ട് പലസ്തീൻ ജനത നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്രൂരമായ ആട്ടിപ്പായ്ക്കലിൻ്റെ ഒരു കഥയുടെ ചെറിയ അടയാളപ്പെടുത്തലായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു 6000-ലധികം ഭാഷകളിലും ഒതുങ്ങാത്ത അവരുടെ തീരാവേദനകളുടെ ഒരു സാക്ഷ്യം മാത്രമായിട്ട്, ചെറിയ സാക്ഷ്യമായിട്ട് അവിടെ ആ അടയാളപ്പെടുത്തൽ വരികയാണ് ആ നോവലിലുണ്ടായത്. എനിക്ക് തോന്നുന്നു, ഇപ്പം ആദ്യത്തെ ഭാഗത്ത് ഇത്രയും പറയാം, ഇങ്ങനെ എവിടെയൊക്കെ നമ്മൾക്ക് സമൂഹത്തോട് എന്തൊക്കെയോ പറയാനുണ്ട്, അല്ലെങ്കിൽ നമ്മളെ തന്നെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുണ്ട് എന്ന് വരുമ്പോഴാണ്, അതിനൊരു വലിയ ക്യാൻവാസ് ഉപയോഗിക്കണം എന്ന് തോന്നുമ്പോഴാണ് പലപ്പോഴും സ്വന്തം ആത്മസുഖത്തിന് വേണ്ടി ചെയ്യുന്ന നോവൽ എഴുത്ത് എന്ന പ്രക്രിയ അപരനും സുഖത്തിനായി വരണം എന്ന ചിന്തയിൽ നിന്നാണ് ഇങ്ങനെയുള്ള എഴുത്തിലേക്ക് തിരിയുന്നത്. കൊളുക്കൻ എന്നു പേരായിട്ടുള്ള ഒരു നോവലിലൂടെ തന്നെ വളരെ ശ്രദ്ധ നേടിയിട്ടുള്ള എഴുത്തുകാരിയാണ് പുഷ്പമ്മ. ആ നോവല് നമ്മുടെ ഗോത്ര സമൂഹത്തെക്കുറിച്ചുള്ള നോവലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. പക്ഷേ മറ്റ് ഗോത്ര രചനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ മേഖലയിൽ നിന്നുകൊണ്ടിരുന്ന എഴുത്തുകാരി തന്നെയാണെന്നുള്ളൊരു പ്രധാനം. അതുകൂടാതെ തന്നെ ഈ ഇപ്പോൾ ഏതൊരു സമൂഹത്തെ സംബന്ധിച്ചും അതിൻ്റെ ബാഹ്യശക്തികളുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തെ ഉണ്ടാക്കുന്ന സംഘർഷങ്ങളാണ് ഇതുപോലുള്ള ജീവിത മേഖലകളെ സംബന്ധിച്ച് നോവലുകൾ വരാറ്. പക്ഷേ ഇവിടെ ബാഹ്യ മേഖലയിൽ നിന്നുള്ള ആക്രമണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ആഭ്യന്തരമായ പ്രതിസന്ധികൾ കൂടി ആ നോവലിൽ കടന്നു വരുന്നുണ്ട്. ഇപ്പം മൂപ്പൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമൊക്കെ അതിഭീകരമായ ഒരു ആക്രമണകാരിയായി ആ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമായി നിൽക്കുന്നത്, ആ പ്രതിസന്ധിയൊക്കെ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുള്ള നോവലാണ്. പുഷ്പമ്മ പറയും. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇടുക്കി എന്ന് കേൾക്കുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിൽ പണ്ടും ഇപ്പോഴും വരുന്നത് ഊഞ്ഞാലിലാടി നടക്കുന്ന മനുഷ്യർ എന്നാണ്. ഇടുക്കി ജില്ലയിൽ വണ്ടിപ്പെരിയാറിൽ നിന്നും 10 കിലോമീറ്ററോളം ദൂരമുണ്ട് ഞാൻ ജനിച്ചു വളർന്ന വഞ്ചിവയൽ എന്ന പ്രദേശം. ഒരു റോഡ് സൗകര്യമോ യാത്രാ സൗകര്യങ്ങൾ ഒട്ടുമില്ല അവിടെ. എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് ഏറെ ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നു. അതിന് ദുരിതം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം ആ കാലഘട്ടത്തിൽ ഞാൻ മാത്രമായിരിക്കില്ലല്ലോ അത് അനുഭവിച്ചിട്ടുള്ള വ്യക്തി. പക്ഷെ ഞങ്ങളുടെ ആളുകൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും കടന്നു വന്ന പൂർവികരായിരുന്നു. കാടു തേടി ഓരോ വർഷവും വിളവ് ചെയ്ത വിളവെടുത്ത് അതിനുശേഷം അടുത്ത നീർത്തടം തേടി യാത്ര ചെയ്ത കുറേയധികം ആളുകൾ. അവരുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് വനങ്ങൾ മാത്രമായിരുന്നു. അതിനുശേഷം എപ്പോഴൊക്കെയോ ഏതൊക്കെയോ നിയമത്തിൻ്റെ വരവോടുകൂടെ ഒരിടത്ത് തന്നെ സ്ഥിരതാമസമാക്കണം എന്നതോടുകൂടി വഞ്ചിവയലിൽ സ്ഥിരതാമസമാക്കിയ ആളുകളാണ് അവിടെയുള്ളത്. എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ വീട്ടിൽ വരുന്ന അമ്മായിമാരും അമ്മാവന്മാരും ബാക്കി ബന്ധുക്കളുമെല്ലാം ഒരുപാട് കഥകൾ പറയും. അത് കഥകൾ എന്ന രീതിയിലാണ് ഞാൻ കേട്ടിരുന്നത്. പക്ഷെ അവർ പറയുന്നത് മുഴുവൻ അവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിക്കേണ്ടി വന്നിരുന്ന ദുരിതങ്ങളും വേദനകളും മാത്രമായിരുന്നു. എപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയുന്നത് കേട്ട് അന്നതെൻ്റെ മനസ്സിനെ ഏറെ സ്വാധീനിച്ചിരുന്നുവെങ്കിലും
ഞാനതൊരു പുസ്തക രൂപത്തിലാക്കണമെന്നൊന്നും ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. എഴുതാൻ അറിയില്ലാത്ത, വായിക്കാൻ അറിയില്ലാത്ത കുറേയധികം ആളുകളുടെ ഒരു നാട്. എനിക്ക് തോന്നുന്നു 80കൾക്കൊക്കെ ശേഷമാണ് അവിടെ വിദ്യാഭ്യാസം എന്ന വാക്കുകൾ കേട്ടു തുടങ്ങിയത് തന്നെ. ഞങ്ങൾക്ക് വായിക്കാനുള്ള ഏക മാധ്യമം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലുമൊക്കെ കടയിൽ നിന്ന് സാധനങ്ങൾ പൊതിഞ്ഞു കൊണ്ടുവരുന്ന പേപ്പർ തുണ്ടുകൾ മാത്രമായിരുന്നു. അപ്പോൾ സ്കൂളിൽ പോകാൻ വായിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ മുതിർന്നവർ പറയും, ഈ പേപ്പറൊന്ന് വായിച്ചു തന്നെ. അതിൻ്റെ പകുതിയും ചിലപ്പോൾ നമുക്ക് വായിക്കാൻ പറ്റുന്നതായിരിക്കില്ല. ഒന്നെങ്കിൽ വാങ്ങിക്കൊണ്ടുവന്ന സാധനത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ അവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നനഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ എണ്ണ പറ്റിയതായിരിക്കും. നമുക്കത് വായിച്ചാലും മനസ്സിലാവുന്ന ഒരു കാലമേ ആയിരുന്നില്ല. സ്കൂളുകളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ലൈബ്രറി പുസ്തകം എന്ന് പറയുന്നത് നമുക്കങ്ങനെ കിട്ടാറില്ല. വല്ലപ്പോഴും ഒരിക്കലൊരു പുസ്തകം ആരെങ്കിലും വായിച്ച് കേട്ടാൽ അതുമാത്രമേ ഉണ്ടായിരുന്നു. അല്ലാതെ വായന എന്ന് പറയുന്ന ഒരു മാധ്യമമായിട്ടൊന്നും കാണാൻ കഴിയുമായിരുന്നില്ല. ആ ഒരു കാലത്ത് ശരിക്കും വായന എന്ന് പറയുന്നതിന് ഏറ്റവും അധികം വായന മുൻപോട്ട് കൊണ്ടുപോയത് അക്കാലങ്ങളിലെ പൊതുവെയുള്ള ഒരു മാർഗമായിരുന്ന മംഗളവും മനോരമയും തന്നെയായിരുന്നു. പക്ഷെ അതും കുറച്ചു കാലമായപ്പോഴേക്കും അതും കഴിഞ്ഞു. എൻ്റെ സഹോദരങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്ന ചില പുസ്തകങ്ങൾ ഞാൻ വായിക്കും. അത് ചിലപ്പോൾ 3-4 വട്ടം, ചിലപ്പോൾ അതിലും അധികം തവണ വായിച്ചു കഴിഞ്ഞ് ആ പുസ്തകം എടുത്തെടുത്ത് അല്ലെങ്കിൽ ആരോടാണോ വാങ്ങിയത് അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞിട്ട് ആ കാലത്ത് എന്ത് കിട്ടിയാലും വായിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അതിനുശേഷം നിരന്തരമായ വായന ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു വായനയേ ഇല്ലായിരുന്നു. പക്ഷേ എന്ത് പുസ്തകവും നമ്മുടെ കയ്യിലേക്ക് കിട്ടും എന്നുറപ്പായാൽ അത് കഴിവതും വായിക്കാനായിട്ട് അക്കാലത്ത് ശ്രദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ ചില വായനകളിൽ നിന്ന്, കാരണം ചില ആളുകൾ ഗോത്രജീവിതങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർ ഏറ്റവും മോശമായ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ സ്ത്രീകളെക്കുറിച്ച്, അവരിലെ പുരുഷന്മാരെക്കുറിച്ച്, കുട്ടികളെക്കുറിച്ച് എല്ലാം വളരെ മോശമായ രീതിയിൽ. അപ്പം ഇത്തരം ഒരുപാട് വായനകളിൽ നിന്നാണ് ഒരു പുസ്തകം, അതായത് ഞാൻ ജനിച്ചു വളർന്ന അത് ഊരാളി എന്നൊരു ഗോത്ര വിഭാഗത്തിലാണ്. അപ്പം ആ ഗോത്രത്തിനെ കുറിച്ചൊരു പുസ്തകം എഴുതണം എന്ന് ഞാൻ ആലോചിച്ചത്. എഴുതണം എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നില്ല, പക്ഷെ ഒരു നിയോഗം എന്നതുപോലെ എനിക്കത് എഴുതേണ്ടി വന്നു എന്നതാണ് സത്യം. എഴുതാനായിട്ട് നോക്കുമ്പോൾ ആണ് പണ്ട് ഞാൻ കേട്ട കഥകൾ, അതിലുപരി അവരുടെ ദുരിതങ്ങൾ ഒരുപാട്. ഒരു ഗോത്രസമൂഹം എന്ന് പറയുന്നത് എപ്പോഴും കാണിക്കാരൻ എന്ന് പറയുന്ന ആളിൽ അധിഷ്ഠിതമാണ്. കാണിക്കാരനാണ് അവിടെ എന്തും തീരുമാനിക്കാനുള്ള അവകാശം. ആ തീരുമാനത്തോടൊപ്പം നിൽക്കുകയാണ് ആ ഗോത്ര സമൂഹത്തിലെ ബാക്കി എല്ലാവരും. അതിനൊപ്പമാണ്, ആ തീരുമാനത്തിനൊപ്പം നിൽക്കും. ഞാൻ ജനിച്ച് വളരുന്ന സമയത്ത് ഞങ്ങളുടെ ഗ്രാമത്തിലും ഉണ്ടായിരുന്നു ഒരു മൂപ്പൻ എന്ന് പറയുന്നത്. പുള്ളിയായിരുന്നു അവിടുത്തെ കാണിക്കാരൻ എന്ന് പറയുന്നത്. അപ്പം ഈ കാണിക്കാരനെ കുറിച്ചും ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനു മുൻപിരുന്നവരെക്കുറിച്ചും, കാരണം സ്ത്രീകളോട് ഏറ്റവും മോശമായ രീതിയിൽ സ്ത്രീകളെ ശാരീരികമായി, അത് ഏത് സ്ത്രീകളെയും ശാരീരികമായി ഉപയോഗിക്കുക എന്ന ഒരു രീതിയായിരുന്നു കാണിക്കാരൻ എന്ന വ്യക്തിക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. പക്ഷെ ആരും അതിനെ ഒരിക്കലും എതിർത്തിരുന്നില്ല. കാരണം എതിർക്കാൻ എല്ലാവർക്കും പേടിയായിരുന്നു. കാരണം കാണിക്കാരന് മന്ത്രം അറിയാം, ഓതാൻ അറിയാം. അയാളുടെ കയ്യിൽ എലിപ്പ് പെട്ടി എന്ന് പറയുന്ന ഒരു മാന്ത്രിക പെട്ടിയുണ്ട്. ഇതെല്ലാം വെച്ച് അയാൾക്ക് ഉപദ്രവിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു അക്കാലത്തെ ആളുകളുടെ എല്ലാവരുടെയും വിശ്വാസം. അങ്ങനെ തന്നെയായിരുന്നു. അത് പുരുഷന്മാർക്കും പേടിയാണ്, സ്ത്രീകൾക്കും പേടിയാണ്. കുട്ടികൾ അടുത്തു പോലും പോകാറില്ല. അങ്ങനെയായിരുന്നു കാണിക്കാരൻ്റെ
ജീവിത രീതിയും അയാൾ മറ്റുള്ളവരോട് ഇടപെട്ടിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും മറ്റുള്ളവർ എഴുതുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ശരിക്കും ഞങ്ങളുടേതായ ഒരു സംസ്കാരം ഞങ്ങൾക്കുമുണ്ട്, ഒരു ജീവിത രീതിയുണ്ട്. സ്ത്രീകളെക്കുറിച്ച് ചിലർ എഴുതുന്നത് ഏത് പുരുഷൻ വിളിച്ചാലും അവരുടെ കൂട്ടത്തിൽ ചെല്ലാനായിട്ട് ആദിവാസി സ്ത്രീകൾ തയ്യാറാണെന്നും അവർക്ക് 1-2 രൂപ കൊടുത്താൽ മതിയാകുമെന്നും, പുരുഷന്മാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ കഞ്ചാവിനും കള്ളിനും പെണ്ണിനും അടിമയാണെന്നും അവർക്ക് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തയുണ്ടാവില്ലെന്നും കുട്ടികളെ ബാലവിവാഹം ചെയ്ത് വിടുന്നതിൽ വലിയ ഒരിതാണ് നിലനിൽക്കുന്നത്. കാരണം പലരും എഴുതിയിരിക്കുന്നത് ബാലവിവാഹങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അക്കാലത്ത് അതിൻ്റെ ഒരു അനിവാര്യതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഏറ്റവും മോശമായ രീതിയിൽ. പക്ഷേ അതിനെ ഞാൻ ഒരിക്കലും ഈ സ്ത്രീകളെക്കുറിച്ച് അല്ലെങ്കിൽ പുരുഷന്മാരെക്കുറിച്ച് ഉള്ള അത്തരം എഴുത്തുകളോട് ഞാൻ യോജിക്കുന്നില്ല. അവർക്കും അവരുടെ എല്ലാം ജീവിതമുണ്ട്, സ്ത്രീക്കുമുണ്ട് പുരുഷനുമുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു കാണിക്കാരൻ്റെ ചുറ്റിലും കറങ്ങുന്ന പമ്പരം പോലെ ആയിപ്പോയി എന്നുള്ളതാണ്. ആർക്കും അയാളെ എതിർക്കാൻ കഴിയാതെ പോയി. കാരണം എതിർക്കാൻ നിന്നാൽ അയാൾ ഇനി നശിപ്പിക്കുമോ എന്നുള്ളൊരു ഭയമായി തുടങ്ങിയതോടുകൂടിയാണ് ഇത്തരം കാര്യം കൂടുതലായിട്ടും കൂടി വന്നിരുന്നതും. അപ്പം ഇതിൻ്റെ എല്ലാം മറുപുറമായിട്ട് ഇത്തരം ഒരു നോവൽ അല്ലെങ്കിൽ എൻ്റെ ആളുകളെക്കുറിച്ച് ഒരു നോവൽ എഴുതണമെന്ന ആഗ്രഹത്തിൽ നിന്നാണ് ഈ കൊളുക്കൻ എന്ന പുസ്തകം പിറവി കൊണ്ടത്. അതിൻ്റെ ഏറ്റവും നല്ല ഒരു എന്ന് വെച്ചാൽ ഒരു ജീവിതം അടയാളപ്പെടുത്താൻ ഏറ്റവും ഭംഗിയും വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്നൊരു ശൈലിയുമാവാൻ നോവൽ തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ് അതൊരു നോവലിലേക്ക് എത്തിച്ചേർന്നത്. എന്തായാലും ഈ ഒരു വലിയ വേദിയിൽ എൻ്റെ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് എനിക്ക് അവസരം കിട്ടിയതിന് ഏറെ നന്ദിയുണ്ട്. എല്ലാവർക്കും സ്നേഹം. ശ്രീലത തൃശ്ശൂർക്കാരിയാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇപ്പോൾ ഞാൻ എഴുതുന്നതും ശ്രീലത എഴുതുന്നതൊക്കെ ഏകദേശം ഒരേ ഭൂമിയിൽ ഒരേ ദേശം എന്നൊക്കെ പറയാം വേണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളും മറ്റുമൊക്കെ മണപ്പുറത്തിൻ്റെ ഒരു നല്ലൊരു ആഖ്യാനമാണ് മണൽമൊഴി എന്ന് പറയുന്ന നോവൽ. അത് എഴുതിയ ശ്രീലത നോവലിനെ കുറിച്ച് സംസാരിക്കും. വേദിയിലും സദസ്സിലുമുള്ള കൂട്ടുകാരെ, സഹൃദയരെ, സാർവദേശീയ സാഹിത്യോത്സവത്തിൽ സംസാരിക്കാനായിട്ട് അവസരം കിട്ടിയത് വലിയൊരു അംഗീകാരമായിട്ടും ഞാൻ പരിഗണിക്കുകയാണ്. അതിലുള്ള സന്തോഷം ആദ്യം തന്നെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എൻ്റെ നോവൽ സങ്കല്പം എന്ന വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ചെറിയൊരു തിരുത്ത് ഞാൻ വരുത്തിക്കോട്ടെ. എന്നെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ പറഞ്ഞതുകൊണ്ടാണ്. എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം, ഞാൻ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് കഥകളാണ്. 4 നോവലുകൾ, അതിലൊരെണ്ണം പുസ്തകമായിട്ട് വരണം. മലയാളത്തിൽ മാതൃഭൂമി അടക്കം എല്ലാ മുഖ്യധാര വീക്കിലികളിലും മാസികകളിലും വന്നിട്ടുള്ള 70ഓളം ചെറുകഥകൾ, 7 കഥാസമാഹാരങ്ങൾ. അതിൽ ചിലതെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. മാതൃഭൂമി വാരികയിൽ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള വരയാടുകളും കാനേഷുമാരിയിലെ അക്ഷരങ്ങളും. ചെറുകഥയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമം. നോവൽ എഴുതാൻ പേടിയായിരുന്നു. കാരണം പലവിധ കാരണങ്ങൾ കൊണ്ട് നോവലെഴുത്ത് എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതങ്ങനെ മാറ്റിവെച്ച് പോയിട്ട് 2013 എൻ്റെ ആദ്യത്തെ നോവൽ വന്നത് ഇന്ന്. അതിന് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ M. മുകുന്ദൻ സാറിൻ്റെ ഒരു നിർബന്ധം കൂടി ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഇവിടെ സാഹിത്യ അക്കാദമിയിൽ പ്രസിഡൻ്റാണ്. അപ്പോൾ ഞാൻ സാഹിത്യ അക്കാദമിയിലേക്ക് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ, മറ്റ് ജില്ലകളിൽ. അപ്പോൾ ഇത്രയും കാലത്തെ ഒരു വായനാനുഭവത്തിൽ നിന്നും ഈ എഴുത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞിട്ടുള്ള ഒരു നോവൽ എങ്ങനെയായിരിക്കണം, എങ്ങനെ ആയിരിക്കരുത്
എന്നുള്ള എൻ്റെ ചില ധാരണകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്നാണ് കരുതുന്നത്. അതിനു മുമ്പ് പുഷ്പമ്മയുടെ സംസാരം കേട്ടപ്പോൾ അറിയാതെ ഒരു ആത്മബന്ധം എന്ന് വെച്ചാൽ ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് ഞാൻ കേരളത്തിൽ 7 ജില്ലകളിൽ പട്ടികജാതി പട്ടികവർഗ സങ്കേതങ്ങളിൽ സ്ഥിരമായി പോകുകയും അവരുടെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ അറിയുകയും എൻ്റെ ഓഫീഷ്യലായിട്ടുള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാതെ തന്നെ അവരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു മാനസികമായ ഐക്യം അവരോട് തോന്നുന്നു. ഞാൻ പുഷ്പമ്മയുടെ നോവൽ വായിച്ചിട്ടില്ല. വായിച്ചിട്ടുള്ളത് KJ ബേബിയുടെ മാവേലി മന്ത്രം. അത് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ നോവലാണ്. വത്സല ടീച്ചറുടെ നെല്ല് വായിച്ചതാണ്, പലതവണ വായിച്ചെങ്കിലും അത് രാഘവൻ നായരുടെ കാഴ്ചപ്പാടിൽ എഴുതിയ നോവലാണ്. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള രാമുകാരിയായിട്ട് അത് സിനിമയാക്കിയിട്ടുണ്ട്. സിനിമ മോശമായിരുന്നു, മനോഹരമായ സിനിമയാണ്. പക്ഷേ നോവൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണത് ചിത്രീകരിച്ചത്. സിനിമ ഗംഭീരമായിരുന്നു, അത് ഞാനൊരിക്കലും പറയില്ല. പക്ഷേ നോവലിൻ്റെ ഒരു ചരിത്ര ആവിഷ്കാരം എന്നുള്ള നിലയ്ക്ക് അത് മോശമായിരുന്നു. ചെമ്മീൻ്റെ ഇത് വെച്ച് നോക്കുമ്പോഴും രാമകാരിയേട്ടൻ്റെ തന്നെ ചെമ്മീൻ്റെ അനുഭവം, നോവലിനെ ഗംഭീരമാക്കിയത് സിനിമയായിരുന്നു ചെമ്മീനിൽ. ഓക്കെ, ഞാൻ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വായിച്ച നോവല് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന നോവലായിരുന്നു. അപ്പോൾ അതിന് ഏറ്റവും വലിയ നന്ദി പറയേണ്ടത് ഞാൻ ചില സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ അയൽവാസിയായ ഒരു ചേച്ചിയോടാണ്. 8ാം ക്ലാസ് 3 തവണ തോറ്റ് പഠിപ്പ് നിർത്തിയ ആ ചേച്ചി ഭയങ്കര വായനക്കാരിയായിരുന്നു. ചേച്ചിക്ക് വേണ്ടി വായനശാലയിൽ പോയിട്ട് ആ ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിലിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. മാതൃഭൂമി ആഴ്ച പതിവായി വായിച്ചിരുന്ന തൊട്ടിപ്പാള് എന്ന വില്ലേജിലെ വായനശാലയിലെ സ്ഥിരം വരിക്കാരനായിരുന്ന ഒരച്ഛൻ്റെ മകളായിരുന്നിട്ടും അധ്യാപികയായിരുന്നിട്ടും കുട്ടികൾ കഥയും കവിതയും നോവലും വായിച്ചു കഴിഞ്ഞാൽ ചീത്തയായി പോവും എന്നുള്ളൊരു ധാരണയുള്ള അമ്മയായിരുന്നു എൻ്റെ. അപ്പോൾ അതുകൊണ്ട് ചേച്ചിക്ക് വേണ്ടി ലൈബ്രറിയിൽ പോകുകയും അങ്ങനെ പതുക്കെ വായനയിലേക്ക് വരികയാണ് ഉണ്ടായത്. 8ാം ക്ലാസ് ആകുമ്പോഴേക്കും സീരിയസ് ആയിട്ടുള്ള വായനയിലേക്ക് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ SK, MT, തകഴി, മുകുന്ദൻ അങ്ങനെയുള്ള എഴുത്തുകാരിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ആ കാലത്തൊക്കെ ഇറേഷണലായിട്ടുള്ള വായനയായിരുന്നു. കാരണം ഇഷ്ടപ്പെട്ട നോവൽ പിന്നെയും വായിക്കും. അവകാശികളൊക്കെ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. എൻ്റെ കല്യാണമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ രണ്ട് സെറ്റ് അവകാശികളാണ് എനിക്ക് സമ്മാനമായിട്ട് കിട്ടിയത്. പക്ഷേ പിന്നീട് ഉണ്ടായൊരു സംഭവം ഞാൻ പറയാം. പിന്നീട് ചില നോവലുകളൊക്കെ റീഡിങ് നടത്തിയപ്പോൾ എനിക്ക് മടുത്തുപോയി. ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് വായിച്ച നോവലുകൾ പലതും പിന്നീട് വായിച്ചപ്പോൾ എന്നെ മടുപ്പിച്ച് കളഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മുടെ പ്രായത്തിനോ മാനസികാവസ്ഥയ്ക്കോ ഒരു നോവൽ വായനയ്ക്ക് വിഘാതം വരുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതല്ല എൻ്റെ സങ്കല്പത്തിലെ നല്ല നോവൽ. അതിൻ്റെ ഒപ്പത്തിനൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്, നോവൽ റീഡബിൾ ആയിരിക്കണം എന്നുള്ളത്. കാരണം എത്ര തന്നെ നല്ല നോവലായാലും എത്ര ഗംഭീരനായിട്ടുള്ള എഴുത്തുകാരനായാലും ആളുടെ നോവൽ വായിക്കാൻ തോന്നുന്നില്ലെങ്കിൽ കാര്യമില്ല. നമ്മുടെ പണ്ടത്തെ 70കളിലെ അവാർഡ് സിനിമകൾ പോലെയാവും. അപ്പോൾ അത് കാര്യമില്ല. നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏത് നാട്ടിലെ ഏത് ഭാഷയായാലും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ആവിഷ്കാരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷ്മാർത്ഥത്തിൽ ഇതിവൃത്തത്തിൽ പുതുമ കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ ചെയ്യാവുന്നത് ഭാഷയിലായാലും ഘടനയിലായാലും ആവിഷ്കാരത്തിലും കഥാപാത്രങ്ങളിലൊക്കെ പരമാവധി വ്യത്യസ്തത കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം എത്ര ഗംഭീരനായിട്ടുള്ള പാചകക്കാരനായാലും എന്നും കുന്നും ഒരേ വിഭവങ്ങൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആളുകൾ വേറെ അടുക്കള അന്വേഷിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ രചനയും ഓരോ എഴുത്തുകാരൻ്റെ
ഓരോ രചനകളും അതുപോലെ തന്നെ 1887 നമ്മുടെ ആദ്യത്തെ നോവലായിട്ട് കണക്കാക്കപ്പെടുന്ന കുന്തലത എഴുതിയത് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ആ കുന്തലത അതിനുശേഷം ആയിരക്കണക്കിന് നോവലുകളുണ്ട്. അപ്പോൾ വ്യത്യസ്തത ഏറ്റവും നിർബന്ധമാണ് നോവലുകൾക്ക്. ഇപ്പോൾ ഇന്ന് ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഇത് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് നോവൽ രചന നടത്തുന്ന നിരവധി എഴുത്തുകാർ നമുക്ക് മലയാളത്തിലുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവർത്തന വിരസത അവ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മുൻകാലങ്ങളിലൊക്കെ വിവർത്തനങ്ങളിൽ കൂടിയാണ് നമുക്ക് മറ്റു ഭാഷകളിലെ കൃതികൾ നമ്മളിലേക്ക് എത്തിയിരുന്നത്. അപ്പോൾ ഇപ്പോൾ അതല്ല, ധാരാളം പ്രവാസി എഴുത്തുകാർ, അതിൽ നിരവധി നേരത്തെ ഷീല ടോമി പറഞ്ഞ പോലെ, ഇപ്പോൾ ഹരിത സാവിത്രിനെയൊക്കെ പോലെ നിരവധി പേര്, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ആയാലും ഡെവലപ്പിംഗ് കൺട്രീസിലെ ആയാലും അവർ കൂടി ഭാഗഭാക്കാവുന്ന ജീവിതത്തിനെ കുറിച്ച് നോവൽ എഴുതുന്ന നിരവധി എഴുത്തുകാർ നമുക്കുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും അതുപോലെ ഈ ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് എഴുതുന്നതിനെയൊക്കെ വല്ലാണ്ട് വിമർശിച്ചിരുന്ന ചിലരുണ്ട്. പക്ഷെ അതിനനുകൂലം നിൽക്കുന്ന ആളാണ്. കാരണം നമ്മളുടെ രചനയെ പരമാവധി വ്യത്യസ്തമാക്കുക എന്നുള്ളതാണ് എഴുത്തുകാരൻ്റെ ധർമ്മം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം വായിച്ച കൃതി ഒരു കുടയും കുഞ്ഞുപെങ്ങളും ആയിരുന്നു എന്നുള്ളത്. അന്നത്തെ കാലത്ത് അത് പൈങ്കിളി എന്നൊരു വിഭാഗത്തിലായിരുന്നു ഉൾപ്പെടുത്തപ്പെട്ടിരുന്നത്. ഇപ്പോൾ കാലങ്ങൾ മാറിയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകമാണ് ഏറ്റവും നോബിളായിട്ടുള്ള പുസ്തകം എന്നുള്ളൊരു ധാരണ അറിഞ്ഞോ അറിയാതെയോ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിലയിരുത്താൻ എനിക്ക് പറ്റില്ല. കാരണം ഓരോ ആളുകൾക്കും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതൊരിക്കലും നീ എഴുതുന്നത് മോശമാണെന്ന് ഞാൻ എഴുതുന്നത് നല്ലതുള്ളൂ എന്നുള്ളൊരു ഇത് പറയാൻ പറ്റില്ല. അപ്പോൾ അത് കാലം നിശ്ചയിക്കട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത്രയൊന്ന് പൊതുവായിട്ട് പറഞ്ഞുകൊണ്ട് എൻ്റെ നോവലുകളെ കുറിച്ച് പറയാം. ആദ്യത്തെ നോവൽ ഇന്നാണ്. ആയിക്കോട്ടെ. അപ്പോൾ അത് അടുത്ത സെഷനിൽ പറയാം. നോവൽ സങ്കല്പം ആണ് വിഷയം എന്നതുകൊണ്ട് അതേക്കുറിച്ചാണ് ഞാൻ കൂടുതൽ സംസാരിച്ചത്. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ നമുക്ക് കുറച്ച് സമയം പരിമിതിയുണ്ട്. കുറച്ച് സമയം ശ്രോതാക്കൾ ഇവിടെ സദസ്യരായിട്ടൊരു സംവാദവും കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു 10 മിനിറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ഓരോരുത്തരുടെയും നോവലിലേക്കുള്ള വഴി, എന്തുകൊണ്ട് നോവൽ തിരഞ്ഞെടുത്തു, പിന്നെ ഈ നോവൽ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം കൂടി വേണമെങ്കിൽ ഉന്നയിക്കാം. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നോവൽ വളരെ സജീവമായി വരുന്നു. പൊതുവെ മറ്റ് സാഹിത്യ സൃഷ്ടികളിൽ നിന്നൊക്കെ നോവൽ എന്തുകൊണ്ട് വ്യത്യസ്തമാവുന്നു? ചില കാലഘട്ടങ്ങളിൽ നോവൽ, ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഇങ്ങനെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചില കാലഘട്ടങ്ങളിൽ നോവൽ ഇങ്ങനെ ഉയർന്നു വരുന്നതായിട്ട് കാണാം, ചില കാലഘട്ടങ്ങളിൽ പിന്നാക്കം പോകുന്നു. ചില രാജ്യങ്ങളിൽ നോവൽ ചില കാലഘട്ടങ്ങളിൽ ഉയർന്നു വരുന്നു, ചില ഭൂഖണ്ഡങ്ങളിൽ അങ്ങനെയൊക്കെ നമുക്ക് അറിയാമല്ലോ. റഷ്യയിൽ ഒരു കാലഘട്ടത്തിൽ, ഫ്രാൻസിൽ, അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ, ഇന്ത്യയിൽ, ബംഗാളിൽ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നാൻ കഴിയുന്നൊരു സാധ്യമാണ്. ഇതെന്തുകൊണ്ട് എന്ന് എന്തുകൊണ്ട് ഇതിന് വായനക്കാരുണ്ട് എന്നുള്ള ആയിരിക്കാം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പക്ഷേ വായനക്കാർ എന്തുകൊണ്ടുണ്ടാവുന്നു? എനിക്ക് തോന്നുന്നത്, അതായത് നോവലൊരു കൂടുതൽ ജനാധിപത്യപരമായിട്ടൊരു സാഹിത്യരൂപമാണ്. കാരണം അത് ഏകപക്ഷീയമായിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ നിർവഹിക്കാൻ പറ്റില്ല. നമ്മുടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ മാത്രം വെച്ചിട്ട് നോവൽ എഴുതാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും അങ്ങനെ പരീക്ഷണം നടത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ 2 കഥാപാത്രങ്ങളാവുമ്പോൾ തന്നെ 2 ആശയങ്ങൾ വരും. 2 നിരവധി കഥാപാത്രങ്ങളാണ് ഓരോ നോവലിലും വരുന്നത്. അതുപോലെ തന്നെ നിരവധി കാലങ്ങൾ കടന്നു പോകുന്നു, നിരവധി സ്ഥലങ്ങൾ വരുന്നു. അപ്പോൾ ഇതിലൂടെയൊക്കെ നിരവധി ആശയങ്ങളാണ് വരുന്നത്. 2 മനുഷ്യർ. അപ്പോൾ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ ഒപ്പം നോവലിസ്റ്റിന് നിൽക്കാം, പക്ഷേ അത് ജനാധിപത്യപരമായിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന പോലെ വളരെ ഏകപക്ഷീയമായിട്ട് ഒരു ഏകാധിപത്യം നോവലിസ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ നോവൽ വിജയിക്കില്ല. ഒരു ഏകാധിപത്യത്തിന് സാധ്യതയില്ല. എഴുത്തുകാരൻ്റെ ഏകാധിപത്യത്തിന് അവിടെ സാധ്യതയില്ല. എഴുത്തുകാരൻ്റെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനും നോവലിൽ സാധ്യമല്ല. പരസ്പരം സംവാദം നടത്തിയിട്ട് വായനക്കാരൻ്റെ മനസ്സിലാണ് അതിൻ്റെ അന്തിമമായ ഘടന രൂപം കൊള്ളുന്നത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യം
നിലനിൽക്കുന്നതുകൊണ്ട് നോവൽ തികച്ചും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒപ്പം വളർന്നതാണ്, ജനാധിപത്യത്തിൻ്റെ ഒപ്പം വികസിച്ചു വന്നതാണ്. ജനാധിപത്യം ഒരുപക്ഷെ ജനാധിപത്യത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുമ്പോൾ അത് ഒരുപക്ഷെ ഉണർന്നെഴുന്നേൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നോവൽ. ഇപ്പോൾ ഞാനും വളരെ വൈകിട്ടാണ് നോവൽ എഴുതിയത്. കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ വായിച്ച നോവലാണ്, ഏറ്റവും ഇഷ്ടപ്പെടുന്ന നോവലാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ തലമുറയ്ക്ക് ആധുനികർക്ക് തൊട്ട് പിന്നാലെ വരുന്നതാണ്. അപ്പോൾ ഭാഷയെ സംബന്ധിച്ചും സൗന്ദര്യശാസ്ത്രത്തെ സംബന്ധിച്ചൊക്കെയുള്ള ആശങ്കകൾ, ഓരോ വാക്ക് ഉപയോഗിക്കുമ്പോഴും വളരെ സൂക്ഷിക്കണം എന്നുള്ള ഒരു തരം ഭീതി കലർന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ, അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഭയം കൊണ്ട് രണ്ട് കാരണമുണ്ട്. അതിൻ്റെ സൗന്ദര്യശാസ്ത്രപരമായ സിദ്ധാന്തത്തോടുള്ള ഭയം, പിന്നെ നോവൽ എന്ന് പറയുന്ന സാഹിത്യരൂപത്തോടുള്ള ഇഷ്ടം കൊണ്ടുള്ള ഭയം, ഇത് രണ്ടുകൊണ്ട് നോവൽ എഴുതാതിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നോവൽ എഴുതാൻ തുടങ്ങി, നോവൽ എഴുതി. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ സമൂഹം വളരെയേറെ സങ്കുചിതമാവുകയും അതിൻ്റെ മുകളിൽ പലതരത്തിലുള്ള രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടുള്ള ഏകാധിപത്യങ്ങളും ഫാസിസവും ഒക്കെ തന്നെ അടിച്ചേൽപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ശബ്ദം നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറഞ്ഞ പോലെ നാവടക്കാനായിട്ട് ഭരണാധികാരികൾ തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടുള്ളൊരു പ്രതികരണം എന്നുള്ള നിലയ്ക്ക് കൂടുതൽ സംസാരിക്കാനും കൂടുതൽ ആഖ്യാനം ചെയ്യാനും ഒരു പ്രേരണയുണ്ടാകും സർഗാത്മക മേഖലകളിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തോടുള്ളൊരു പ്രതികരണമായിട്ടാണ് ആളുകൾ കൂടുതൽ മനുഷ്യാനുഭവങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, മറ്റു മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. എഴുത്തുകാരൻ അത് സ്വാഭാവികമായിട്ടും ആഖ്യാനം ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നോവൽ വരുന്നതെന്നാണ് തോന്നുന്നത്. നോവൽ എന്തുകൊണ്ട് എന്നുള്ളൊരു സംഗതിയെക്കുറിച്ച് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് സമയം വളരെ പരിമിതമായതുകൊണ്ട് ഇനി നമുക്ക് ഒരു 30 മിനിറ്റ് മാത്രം ആകെ ബാക്കിയുള്ള ഒരു 10-15 മിനിറ്റ് സദസ്സിന് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് വളരെ ചുരുക്കി 2-3 മിനിറ്റ് കൊണ്ട് അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റും. ബുദ്ധിമുട്ടാണ്, എങ്കിൽ പോലും ഒരു ശ്രമം നടത്തണം എന്ന്. നോവലുകൾ പൊതുവെ ജനകീയമാണ്. ജനകീയമാവുന്നത് എന്തുകൊണ്ടാണെന്ന് തോന്നുന്നു, മുൻകാലത്തെ അപേക്ഷിച്ച് കാൽപ്പനികത, റൊമാൻറ്റിസമൊക്കെ മാറിയിട്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെയാണ് കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ ജീവിതം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിതവും, ഒരു ഇറച്ചിവെട്ടി നടക്കുന്ന ഒരു പനങ്കേറി മറിയെ കഥാനായികയാക്കാമെന്ന് പഴയ കാലത്ത് ചിന്തിക്കാൻ കഴിയാതിരുന്നിടത്ത് നിന്ന് സാധാരണക്കാരുടെ ഒരു മാധ്യമം എന്ന നിലയിൽ മാത്രമല്ല വലിയ ആശയങ്ങളെ ഏറ്റവും ലളിതമായിട്ട് ജനങ്ങളുമായിട്ട് വായനക്കാരുമായിട്ട് സംവേദിക്കുന്ന ഒരിടമെന്ന നിലയിലാണ് ഈ നോവൽ ജനപ്രിയമാകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ശ്രീലത പറഞ്ഞതുപോലെ വായനക്ഷമത വേണമെന്ന് പറയുന്നൊരു വാക്ക് നമുക്ക് ഏറ്റവും ലളിതമായിട്ട് എഴുതാനാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ അശോകൻ സാറ് പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു കാലഘട്ടമാണെന്ന് തോന്നുന്നു. അപ്പോൾ ആധുനികത, ഉത്തരാധുനികത എന്ന രീതിയിലുള്ള വലിയ വാക്കുകളും അങ്ങനെയുള്ള സംഗതികളിൽ നിന്ന് ശരിക്കും ഭയപ്പെട്ട് നിന്നിരുന്നവരാണ്. ഒരുപാട് വായിച്ചിട്ട് നോവൽ 40 വയസ്സിന് ശേഷം മാത്രം എഴുതിയ വ്യക്തിയാണ്. നോവലെന്നല്ല എല്ലാ എഴുത്തും. കാരണം ആ ഒരു ഇതൊക്കെ എഴുതാൻ ഞാൻ പ്രാപ്തയാണോ എന്നുള്ളത് ഒരുപാട് വായന കൊണ്ടുണ്ടായ ഒരു സന്ദേഹമാണ്. അപ്പോൾ വലിയൊരു മാറ്റം സംഭവിക്കുന്നത് ഏതിടങ്ങളായാലും ഈ പറഞ്ഞതുപോലെ തർജ്ജമ വേണ്ട, നമുക്ക് എവിടെ ജീവിക്കുന്നു. ഇപ്പോൾ മലയാളി വീടുകളിൽ ആരുമില്ല അല്ലേ, അധികം പേര് പുറത്താണ്. അപ്പോൾ എക്സ്പോഷർ കൂടി. അപ്പോൾ ജനങ്ങളാണ് നമ്മളെപ്പോഴും, അത് ആണായാലും പെണ്ണായാലും മനുഷ്യരെയാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യർ തന്നെയാണ് നമ്മുടെ അസംസ്കൃത വസ്തു. അപ്പോൾ ആ മനസ്സ് അല്ലെങ്കിൽ പ്രഹേളികയായിട്ട് നിൽക്കുന്ന ജീവിതം, മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു പ്രഹേളികയാണ്. അപ്പോൾ അതിനൊക്കെ അടുത്തറിയാനുള്ളൊരു ചെറിയ ശ്രമമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പിന്നെ പറഞ്ഞതുപോലെ ഒരു വൈകാരികമായ തലമാണ് നോവലുകൾ സമ്മാനിക്കുന്നത്. അപ്പോൾ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടും. കാരണം അവരുടെ ഉള്ളിൽ നടക്കുന്ന വിചാര വിക്ഷോഭങ്ങൾ തന്നെയാണ് പലപ്പോഴും നോവലിസ്റ്റുകൾ പകർത്താൻ ശ്രമിക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് കൂടുതൽ ജനകീയമാകുന്നതെന്നും അതുകൊണ്ടാണ് നോവലുകൾ ഇത്ര പ്രിയതരമാകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. വാക്കുകൾ ചുരുക്കുന്നു. ഷംസ്. എനിക്കും അത് തന്നെയാണ് തോന്നിയത്. അതിൽ മാത്രമല്ല ഏറ്റവും കൂടുതൽ നോവൽ വായിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഈ അടുത്തൊരു പഠനം വായിച്ചത്, നമ്മുടെ ഏറ്റവും കൂടുതൽ നോവൽ വായിക്കുന്നത് നമ്മുടെ ലൈബ്രറികളിലോ കോളേജുകളിലോ ഒന്നുമല്ല, നമ്മുടെ ജയിലുകളിലാണെന്ന് ഒരു പഠനം ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ജയിലുകളിലെ ആൾക്കാരത് വായിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, പക്ഷേ അവരുടെ ഒരു ഭാവന അല്ലെങ്കിൽ അവർക്ക് ആ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള വേറെ ഒരു വഴി അവരുടെ മുമ്പിലില്ല. അപ്പം ജയിലിൽ കിടക്കുന്ന ഒരു കുറ്റവാളി പോലും, കുറ്റവാളിയോ അല്ലെങ്കിൽ കുറ്റവാളിയായി ആരോപിക്കപ്പെട്ട ആളോ മുതൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരും നോവൽ വായിക്കുന്നത് അവരുടെ ഒരു സ്വാതന്ത്ര്യവും അവരെ അതിൽ തന്നെ കാണാൻ പറ്റുന്ന അവസരങ്ങളുണ്ടാവും. അവർക്ക് അവരെ തന്നെ അതിൽ കണ്ടുമുട്ടാൻ പറ്റുന്നുണ്ട്.
മാത്രമല്ല വേറൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ സമൂഹത്തിലുള്ള എല്ലാ സംഭവവും ഇപ്പം നമ്മളിപ്പം ഈ സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായിട്ട് കണ്ട കുറേ ചെറിയ വീഡിയോസ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് ഭയങ്കര ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കുറേ വീഡിയോകളാണ്. അപ്പം നമ്മൾ ഷേക്സ്പിയർ നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ വീഡിയോയിലൂടെയാണ് കാണുന്നത്. അതുപോലെ സാന്തിയോഗം എന്ന് പറയുന്ന കഥാപാത്രം, ഷെർലക് ഹോംസ്, ഇങ്ങനെ കുറേ കഥാപാത്രങ്ങൾ, അതുപോലെ കുറേ എഴുത്തുകാർ, മാർക്കേഴ്സ്, ഇതുപോലെ കുറേ ആളുകളാണ് നമ്മൾ നേരിട്ട് കാണും. മാത്രമല്ല അവർ നമ്മുടെ മലയാളത്തിൽ സംസാരിക്കുക. അപ്പം കുറേ ആൾക്കാർ പുതിയ തലമുറയൊക്കെ അത് അംഗീകരിച്ചു. പഴയ തലമുറയിലെ ചില ആളുകൾക്ക് അത് അത്ര ഇഷ്ടമായില്ല. കാരണം ഷേക്സ്പിയർ മലയാളം പറയാമെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ ഭാവനയുടെ ഒരു എന്താ പറയുക, ഒരു അങ്ങേയത്ത നമുക്ക് ഊഹിക്കാം. ഇപ്പോൾ ഇതിൽ പറയുന്ന സങ്കല്പത്തിനപ്പുറമാണ് നമ്മുടെ നോവൽ സങ്കല്പം എന്ന് പറയുന്നത്. എൻ്റെ നോവൽ സങ്കല്പം എൻ്റെ സങ്കല്പത്തിനപ്പുറമാണ്. അപ്പോൾ അത്തരത്തിൽ AI-യുടെയൊക്കെ ഒരു ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുക. ഏതായാലും ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന കുറേ നോവലുകളിൽ ഇത്തരത്തിലുള്ള AI ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നോവലുകൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരാൻ ശ്രമിച്ചത് അത് ഏറ്റവും പുതിയ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ വരെ ഉൾപ്പെടുത്താനുള്ള സ്പേസ് നമ്മുടെ നോവലുണ്ട്. അത്രയും ബൃഹത്താണ്, അത്രയും എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ നോവൽ വിശാലമായി കിടക്കുന്നതും നോവലിനെ വായിക്കാനുള്ളൊരു കാരണമാണ് എന്ന് തോന്നുന്നു. ഇപ്പം ഇവരൊക്കെ പറഞ്ഞത് തന്നെയാണ്, ഷംസും ലിസ്റ്റേച്ചൊക്കെ പറഞ്ഞത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. നേരത്തെ ചേട്ടൻ പറഞ്ഞു. പിന്നെ സുകുമാർ അഴീക്കോട് സാറിൻ്റെ ഒരു വാചകമുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, പിന്നീട് നിർവചനമുണ്ടായി, പിന്നെ നിർവചനം വചനത്തെ വിഴുങ്ങിക്കളഞ്ഞു. ഏത് കോണ്ടെക്സ്റ്റിലാണ് അതെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് എഴുത്തുകളുണ്ടാവുന്നു, ഒരുപാട് വാക്കുകൾ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ കുറച്ച് സിദ്ധാന്തങ്ങളും നിർവചനങ്ങളെല്ലാം ഉണ്ടാവുന്നു. അപ്പോൾ ശരിക്കും മനുഷ്യൻ്റെ ഗന്ധമുള്ള, മണ്ണിൻ്റെ ഗന്ധമുള്ള വാക്കുകളെ, ഈ സിദ്ധാന്തങ്ങളെല്ലാം വിഴുങ്ങിക്കളയുന്ന ഒരു കാലത്ത് ശരിക്കും മനുഷ്യപ്പറ്റുള്ള, അല്ലെങ്കിൽ മനുഷ്യൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമുള്ള, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പോരാട്ടങ്ങളുടെ ആ രക്തത്തിൻ്റെ നിറമുള്ള ചില തുടർക്കഥകൾ നമ്മളെല്ലാം ഇഷ്ടപ്പെടും. നമുക്കറിയാം, കഥകളെല്ലാം കേൾക്കാൻ നമുക്ക് പണ്ട് ചെറുപ്പം മുതൽ കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ആദ്യം തന്നെ അറബിക് കഥകളും കഥാസരിത് സാഗരവും എല്ലാം തുടരെ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നവരുമാണ്. അപ്പോൾ ഈ തുടർക്കഥകളോട്, പെട്ടെന്ന് തീർന്നു പോകാത്ത കഥകളോട് മനുഷ്യന് പണ്ട് മുതലേ ഉള്ള ഒരു ഇഷ്ടമായിരിക്കാം ഈ നോവലിൽ നമ്മൾക്ക് തീരെ അപരിചിതമായ ഒരു ഭൂമിക സൃഷ്ടിക്കപ്പെടുമ്പോൾ ആ ഭൂമികയിൽ നിന്നും പെട്ടെന്നൊന്നും പുറത്ത് കടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതായിരിക്കാം നോവലുകളോട് കൂടുതലൊരിഷ്ടം. കഥ വായിച്ച് ഒരു 6 പേജുള്ള കഥ വായിച്ചാൽ അതിലെ കഥാപാത്രം നമ്മുടെ മനസ്സിൽ നിൽക്കും. പക്ഷേ വീണ്ടും നമ്മൾ ആ കഥയോടൊപ്പം അപൂർവം നല്ല കഥകളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഒരു നോവലിലാവുമ്പം ഒരു കാലത്തിലൂടെ, നമുക്ക് തീരെ അപരിചിതമായിരുന്ന കുറേ മനുഷ്യരിലൂടെ, അവരുടെ ജീവിതങ്ങളിലൂടെ നമ്മൾ തുടർച്ചയായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഥ കേൾക്കാനും കഥ പറയാനും മനുഷ്യനുള്ള ഒരു അഭിനിവേശത്തിൽ നിന്നായിരിക്കാം നോവൽ ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു സാഹിത്യ രൂപമായിട്ട് പരിണമിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, നോവലുകൾ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക്, ഇപ്പം നേരത്തെ ഇവരൊക്കെ പറഞ്ഞതുപോലെ പണ്ട് ക്ലാസിക്കുകളായിരുന്ന കഥകൾ എന്തുകൊണ്ട് ഇന്നും നമ്മൾ കേൾക്കുന്നു, വീണ്ടും വായിക്കുന്നു, വീണ്ടും വായിക്കുന്നു. അതിലധികവും നമുക്കറിയാം, ഈ നമ്മുടെ സമൂഹം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നുവോ ആ യാത്ര മുമ്പോട്ടാണോ പിമ്പോട്ടാണോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില നോവലുകളിലൊക്കെയാണ് വീണ്ടും നമ്മൾ എത്തിച്ചേരുന്നത്. ഇപ്പോൾ ഇവിടെ ലിസ്റ്റേച്ചി എഴുതിയ പനങ്കേറി മറിയയോ, അല്ലെങ്കിൽ ഷംസു എഴുതിയ കുട്ടോത്ത് ഗ്രാമത്തിൻ്റെ ചരിത്രമോ, അല്ലെങ്കിൽ കൊളുക്കൻ, ഇടുക്കിയിലെ നിന്നും പിറന്ന ഒരു കൊളുക്കൻ എന്ന നോവലോ, അല്ലെങ്കിൽ ശ്രീലത ചേച്ചിയുടെ കഥകളോ, അല്ലെങ്കിൽ കാട്ടൂർക്കടവോ ഒന്നും ഈ എഴുത്തുകാരിലൂടെ കടന്നു വന്നില്ലായിരുന്നെങ്കിൽ അതൊന്നും നമ്മൾ വായിക്കുകയില്ലായിരുന്നു. അപ്പം ഓരോ എഴുത്തുകാരനും നോവലിസ്റ്റിനും രേഖപ്പെടുത്താൻ അവൻ്റേതായ ഒരു വലിയ ഭൂമികയുണ്ട്. അതുകൊണ്ട് ആ നോവലിനോടുള്ള, ആ ഭൂമികയിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ ആ നോവലിൽ ചെയ്തു വെക്കുന്നു. അതുകൊണ്ട് നോവലിൽ കൂടുതൽ വായനക്കാരുണ്ടാവുന്നു എന്നാണ് തോന്നുന്നത്. പുഷ്പമ്മ, ഈ ഇപ്പോൾ എഴുതിയത് കൊളുക്കൻ പഴയ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം ആണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ രാജാവിൻ്റെ കാലഘട്ടമാണ്. അപ്പം അതിനുശേഷം ആ ഒരു സമൂഹത്തിലും പ്രകൃതിയിലും
മനുഷ്യജീവിതത്തിലും ഒക്കെ തന്നെ വലിയ മാറ്റങ്ങളുണ്ടായി. അപ്പോൾ അത് എങ്ങനെ ആവിഷ്കരിക്കാൻ കഴിയുമോ, അത് ആവിഷ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ എന്തായിരിക്കും എന്ന് ചുരുങ്ങിയ വാക്കുകൾ? ആദ്യത്തെ പുസ്തകത്തിൽ പറഞ്ഞത് 80 വർഷം മുൻപ് കാടുകളിൽ ജീവിച്ച, കാടിനോട് മല്ലിട്ട് കാട് തേടി ജീവിച്ചവരുടെ ഒരു ചരിത്രമാണ്. ചരിത്രം അവരുടെ ജീവിതവുമാണ്. ആ ജീവിതം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ രാജാക്കന്മാരാലോ മാത്രം ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ജീവിതം. ഇനി പുതിയ കാലഘട്ടത്തിൽ അത് മറ്റ് ചൂഷണങ്ങളിലേക്കാണ് പോകുന്നത്. ശരിക്കും പുതിയ ഒരു ജീവിതത്തിലേക്ക് വന്നപ്പോഴേക്ക് വളരെയധികം ചൂഷണം ചെയ്യപ്പെട്ട ആളുകളായിട്ട് ഗോത്ര സമൂഹങ്ങൾ മാറിക്കഴിഞ്ഞു. അവരുടെ ഇപ്പോഴുള്ള ജീവിതം എന്ന് പറയുമ്പോൾ നല്ല വീടുകളുണ്ട്, നല്ല വസ്ത്രം ധരിക്കുന്നുണ്ട്, വിദ്യാഭ്യാസം നേടുന്നുണ്ട്. പക്ഷെ മുൻനിരയിലേക്ക് വരാൻ കഴിയുന്നത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് വരാൻ കഴിയുന്നത്. അവരുടെ ഈ മാറ്റങ്ങൾക്കപ്പുറത്ത് അവനിപ്പോഴും നിൽക്കുന്നത് വലിയൊരു ചൂഷണത്തിൻ്റെ മേഖലയിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് വലിയ വെല്ലുവിളികളും കൂടെ നിറഞ്ഞ ഒരു ഇതൂടെയാണ്. കാരണം വലിയ അസഹിഷ്ണുതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ ചൂഷണങ്ങളും നേരിടേണ്ടി വരുന്ന ഒരു സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നോവൽ എന്ന സങ്കല്പം എന്ന് പറയുന്ന നമ്മുടെ ചുറ്റുമുള്ള ജീവിതങ്ങളിൽ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കാം എന്നതിൽ അപ്പുറം നമ്മുടെ വൈകാരിക തലങ്ങളെ ഏറ്റവും കൂടുതൽ അതിനകത്ത് പ്രതിഫലിപ്പിക്കാനും കഴിയും. നമുക്ക് ചുറ്റുമുള്ള വിശാലമായ ലോകത്തെ വായനക്കാരിലേക്ക് എത്തിക്കുകയും അങ്ങനെ ആ വിശാലമായ ലോകത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുക എന്നതിനൊപ്പം തന്നെ ലോകത്ത് നടക്കുന്ന എല്ലാം നമ്മൾ ഈ നോവലിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. അവരുടെ വിചാരങ്ങൾ, വികാരങ്ങൾ, അവരുടെ അസഹിഷ്ണുത എല്ലാം മനസ്സിലാവുണ്ട്. അത്തരം ഒരു വലിയൊരു നോവൽ വായനകളിൽ നിന്നും മുൻപോട്ട് പോകാനുള്ള ഒരു ശക്തി കൂടെ ആളുകൾക്ക് പകർന്നു കിട്ടുന്ന ഒരു കാലഘട്ടം കൂടെയാണിത്, പ്രത്യേകിച്ച് നോവലിൽ കൂടെ. ഷംസുദ്ദീൻ പറഞ്ഞ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഒരു കൊലപാതകിയുടെ ജീവിതം, ജയിലിലെ ജീവിതമൊക്കെ വിസ്തരിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ 3ാമത്തെ നോവൽ ഗംഗ. ഈ അടുത്ത് ഞാൻ കഴിഞ്ഞ കൊല്ലമാണ് അത് പ്രസിദ്ധീകരിച്ചത്. ഈ അടുത്ത് ഞാൻ വായനാ ദിനത്തിൽ വിയ്യൂർ ജയിലിൽ സംസാരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എൻ്റെ മണൽമൊഴിയും അതുപോലെ എൻ്റെ ഒരു ഇറച്ചിക്കോഴിയും ചില സദാചാര പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ കഥാസമാഹാരമൊക്കെ അവിടെ കണ്ടു. ചിലർ ആ വായിച്ചതിൻ്റെ ഓർമ്മകൾ ഞാനുമായിട്ട് പങ്കുവെച്ചു. അപ്പോൾ നല്ല വായനക്കാർ ജയിലിലുണ്ടെന്നുള്ളത് അപ്പോൾ എനിക്ക് ബോധ്യമായി. അപ്പോൾ ഈ പുസ്തകം അവർക്ക് പുതിയ നോവല്, ഈ ജയിൽ ജീവിതമൊക്കെ പറഞ്ഞ നോവല് അവർക്ക് കൊടുക്കുകയും ചെയ്തു. ഈ നോവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിനിഷ്ഠമായിട്ടുള്ള ചെറുകഥ എപ്പോഴും വ്യക്തിനിഷ്ഠമാണെങ്കിലും നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയും കൂടി വിശാലമായ ക്യാൻവാസ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമൂഹത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളും വ്യതകളും ദർശനങ്ങളുമെല്ലാം എഴുതാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതേസമയം എന്തും കുത്തി നിറയ്ക്കാനുള്ളൊരു കീറച്ചാക്ക് അല്ല താനും. അപ്പം അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് 2114 പ്രസിദ്ധീകരിക്കാൻ പോകുന്നതായിട്ടുള്ള ഒരു നോവല് എൻ്റെ പ്രിയപ്പെട്ട നോവലിസ്റ്റ് അമിതാവ് ഘോഷ് ഓൾറെഡി ഒരു സംഘടനയെ ഏൽപ്പിച്ച ഒരു ന്യൂസ് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ നോവലുകളാണ് എൻ്റെ സങ്കല്പത്തിൽ, ഞാൻ നേരത്തെ പറയാൻ ബാക്കി വെച്ചൊരു പോയിൻ്റുള്ളൂ, എൻ്റെ സങ്കല്പത്തിൽ ഏറ്റവും നല്ല. അതുപോലെ നോവൽ എഴുതണം എന്നാണ് എനിക്ക് ആഗ്രഹം. ആഗ്രഹത്തിന് പരിധിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സീ ഓഫ് പോപ്പീസ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തതായിട്ട് അദ്ദേഹത്തിൻ്റെ റിവർ ഓഫ് സ്മോക്ക് വായിച്ചു, ഫ്ലഡ് ഓഫ് ഫയർ വായിച്ചു. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഗ്ലാസ് ഐലൻഡ് അതുപോലെ എഴുതണം എന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ അതിൽ എൻ്റെ നോവൽ സങ്കല്പം വന്നു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചവർക്ക് അറിയാം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവും പ്രതീക്ഷയും. ഇപ്പോൾ നമ്മൾ ഈ സാഹിത്യോത്സവത്തിൽ നോവലുമായി ബന്ധപ്പെട്ട് നോവൽ സങ്കല്പം എന്ന പേരിൽ ഈ സെഷനാണ് മാത്രമാണെങ്കിൽ പോലും നോവലുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ പല സെഷനുകളായിട്ട് ഇതിനകം നടന്നു കഴിഞ്ഞു. ആഖ്യാനത്തെ സംബന്ധിച്ച്, അതുപോലെ തന്നെ എന്താണ് പുതിയത്. നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയത് എന്നുള്ളൊരർത്ഥം കൂടി ഉണ്ടല്ലോ.
എന്താണ് പുതിയത് എന്നുള്ളൊരു സെഷൻ, പ്രത്യേകിച്ചും പുതിയ എഴുത്തുകാർ, അതിൽ തന്നെ പോപ്പുലർ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലുകൾ തയ്യാറാക്കുന്ന എഴുത്തുകാർ കൂടുതൽ പങ്കെടുത്ത സെഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ നോവൽ രംഗത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് നിൽക്കുകയാണ്. അതായത് പോപ്പുലർ കൃതികൾ, നോവലുകൾ, അതെല്ലാ കാലഘട്ടത്തിലും മലയാളത്തിലുണ്ടായിരുന്നു. നമ്മുടെ കോട്ടയം തന്നപ്പോൾ വാരികകൾ ഇറങ്ങിയിരുന്ന കാലഘട്ടത്തിൽ ഒക്കെ തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ദൗത്യമുണ്ട് സ്വാഭാവികമായിട്ടും. അതിപ്പോൾ ഒരു ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ചും നമ്മുടെ അജിത് പി ധർമ്മജന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ എഴുത്തുകാർക്കുള്ള അവാർഡ് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന സംവാദങ്ങൾ, ആ സംവാദങ്ങളിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നതിലും അദ്ദേഹത്തെ അവാർഡ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ നിലപാടുകളോടൊന്നും നമുക്ക് യോജിപ്പില്ല. പക്ഷേ അതാണ് പുതിയത് എന്ന ഒരു രീതിയിലുള്ള വ്യാഖ്യാനം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നോവലിൽ ചിലതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതാണ് പുതിയത്, നിങ്ങൾ പഴയ ആൾക്കാരായതുകൊണ്ടാണ് ഇത് മനസ്സിലാവാത്തത്, നിങ്ങളിതിനെ തള്ളിക്കളയുന്നത് എന്നുള്ള ആക്കിയാൽ ശരിയല്ല. ഇത് ഞങ്ങളുടെ പുതിയ ആൾക്കാരുടെ ജീവിതമാണെന്നാണ് പറയുന്നത്. അതും ശരിയല്ല. ഇപ്പോൾ പുതിയ ആൾക്കാരുടെ ജീവിതം, ഉദാഹരണത്തിന് അജിത് പി ധർമ്മജൻ്റെ ആ ഒരു നോവലിൽ അതേ ഒരു കാര്യം ഉന്നയിക്കുന്നുണ്ട്. ഇത് ഒരു സിനിമ, ഇതൊരു സാഹിത്യമായിട്ട് കണക്കാക്കരുത്, ഇതൊരു സിനിമാ കഥയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വാസ്തവത്തിൽ അത് ഒരിക്കലും ശരിയല്ല. നമ്മുടെ സിനിമയെ ഒന്ന് നോക്കൂ, പുതിയവരുടെ സിനിമ, നമ്മുടെ പുതിയ സിനിമകളിൽ വരുന്ന ആ ലൈഫ്, അതുപോലെ തന്നെ ആ ലൈഫിൻ്റെ ആഖ്യാനം എത്ര മനോഹരവും എത്ര ഔചിത്യപൂർണവും എത്ര നവീനവുമാണെന്ന് ഓർക്കണം. പുതിയ സിനിമകളിൽ, അത് കച്ചവട സിനിമ പോലെ ആയിക്കോട്ടെ, എന്ത് സിനിമ ആയിക്കോട്ടെ, അതിലൊക്കെ വരുന്ന പുതിയ ലൈഫ് എന്ന് പറയുന്നത് അത് ഒരു പരിധിവരെ നമ്മുടെ പുതിയ ലൈഫിനെ ഒരാൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റില്ല. ഒരു എഴുത്തുകാരനോ ഒരു കലാകാരനോ നമ്മുടെ പുതിയ ജീവിതത്തെ, പ്രത്യേകിച്ചും പുതിയ തലമുറയുടെ ജീവിതത്തെ എത്തിപ്പിടിക്കാൻ പറ്റില്ല. പക്ഷേ പരമാവധി എത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സിനിമയ്ക്കാണ്. അതിൻ്റെ ഏഴായാലത്ത് പോലും അജിത് ധർമ്മജൻ്റെ നോവൽ നിൽക്കുന്നത് അതൊരു പഴയ കഥയാണ്. അത് ഒരു പഴയ സംഗതിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ തലമുറ അത് വായിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പഴമയോടുള്ള ഇഷ്ടം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വായിച്ച ആളെന്നുള്ള എനിക്ക് പറയാമെന്ന്. അതിലെ പ്രണയവും അതിലെ ആഖ്യാനവും അതിലെ സൗന്ദര്യ സങ്കല്പങ്ങളും ഒക്കെ തന്നെ വ്യവസ്ഥാപിതമാണ്. ഒരുപക്ഷെ വ്യവസ്ഥാപിതമായതുകൊണ്ടാവാം അതിന് ഇത്രയധികം ആൾക്കാരുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. മറ്റതൊരു ചെറിയ വെല്ലുവിളിയാണല്ലോ, ലൈഫിൽ കാണുന്ന പോലെയല്ല. ആഖ്യാനത്തിലേക്ക് വരുമ്പോൾ പുതിയത് എന്തായാലും ഒരു ചെറിയ വെല്ലുവിളി ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിനി കുറച്ച് സമയം ഒരു സംവാദത്തിൻ്റെ മേഖലയിലേക്ക് കടക്കാം. ഇവിടെ എഴുത്തുകാർ അവരെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ അവരുടെ കൃതികളുമായി ബന്ധപ്പെട്ടോ അവർ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാവും ശരി എന്ന് വെച്ചാൽ നല്ലത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിസ്തരിച്ച് പറയാനുള്ളൊരു സമയമുള്ള ഒരു വേദിയല്ല ഇത്. സമയത്തിൻ്റെ പരിമിതിയാണ് പ്രധാനം. എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ടായിരിക്കും. പക്ഷേ ഈ സെഷൻ അങ്ങനെ, നമ്മുടെ സാഹിത്യോത്സവം അങ്ങനെയാണല്ലോ, വിശദമായ സ്വന്തം വ്യാഖ്യാനത്തിനും ആഖ്യാനത്തിനും സമയമില്ല. ചോദ്യങ്ങളായിട്ട് ചോദിക്കുകയായിരിക്കും ശരി. ചോദ്യങ്ങളായിട്ട് ചോദിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാനിവിടെ വന്നേക്കുന്നത് ഒരു വായനക്കാരൻ എന്നുള്ള നിലയ്ക്കാണ്. ഇങ്ങനെ പിടിക്കും. ഹലോ. അപ്പോൾ വായനക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു അംഗീകാരം കിട്ടി. അത് ആത്മപ്രശംസയായിട്ടൊന്നും കണക്കാക്കല്ലേ അശോകൻ ചെരുവിൽ. നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ സേതുവിൻ്റെ നോവലിൽ കിളിക്കൂടിൽ ഒരു കഥാസന്ദർഭത്തിൽ പറയുന്നുണ്ട്, കേണൽ ആനി സർവീസസിലെ 110 മീറ്റർ ഹഡിൽസിലും 400 മീറ്റർ ഹഡിൽസിലും. അതെ കുട്ടി, ഇതിൻ്റെ അളവോടൊന്ന് ചിലപ്പം ഇത് ബോക്സ് ഒന്ന് ശരിയാക്കാൻ പറയും. ഈ ബോക്സ് എവിടെ പോയി? ശരിയാവും മൈക്കുകാരൻ. സമയം കളയണ്ട. ശരിയാവണ്ട? കേൾക്കണ്ട? ഒന്ന് പറഞ്ഞു ഇങ്ങോട്ട് കേൾക്കണ്ട സാർ, ഒന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ വായനക്കാരെന്ന് ഞാൻ മാത്രം അവകാശപ്പെട്ടുകൊണ്ട് കാര്യമില്ലല്ലോ. സേതുവിൻ്റെ കിളിക്കാട് എന്ന നോവൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു, നിങ്ങൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, കേണൽ ആനിയനെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് സർവീസസിൻ്റെ 110 മീറ്റർ ഹഡിൽസും 400 മീറ്റർ ഹഡിൽസും ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ടാണ്. അടുപ്പിച്ച് പിടിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനൊരു ഇതെഴുതി, 110 മീറ്റർ ഹഡിൽസ് പെണ്ണുങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അത് തിരുത്തി. എൻ്റെ കുഴപ്പമല്ലല്ലോ, ഇവിടുത്തെ കുഴപ്പമാണോ? ഇവിടുത്തെ മൈക്കാരൻ എവിടെയാ? കേൾക്കണ്ട? പക്ഷെ അങ്ങോട്ട് കേൾക്കണില്ല.
ഓക്കെ ഓക്കെ, ഞാൻ വേഗം നിർത്തട്ടെ, സമയം കളയണില്ല. ശരിയായോ? ക്യാൻ യു ഹിയർ മീ? ഇവിടേക്ക് എക്കോ കാരണം കേൾക്കണില്ല. നമ്മുടെ മൈക്കുകാരെ എല്ലാ അക്ഷരം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. പക്ഷേ ശരി, മൈക്കില്ലാണ്ട് പറഞ്ഞു. വേണ്ട സാർ പറഞ്ഞു. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓക്കെ പറഞ്ഞു, പിന്നെ ആരും എണിച്ചു പോലും. അപ്പോൾ അതിൽ 110 മീറ്റർ ഹഡിൽസും 400 മീറ്റർ ഹഡിൽസിൻ്റെയും ചാമ്പ്യനാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഒരു കത്തയച്ചു, പെണ്ണുങ്ങൾക്ക് 110 മീറ്റർ ഹഡിൽസ് ഇല്ല. അപ്പോൾ അടുത്ത അദ്ദേഹത്തിൻ്റെ പങ്ക്തി നടക്കണതിൽ അദ്ദേഹം എഴുതി, പിന്നെ എൻ്റെ ഒരു നല്ലൊരു എഴുത്തുകാരൻ RK രവി ഇരിഞ്ഞാലക്കുട എന്ന് എഴുതിക്കുകയാണ്, അതായത് പെണ്ണുങ്ങൾക്ക് സൗജന്യമാണ് 100 മീറ്റർ ഹഡിൽസ് ഉള്ളൂ. സേതുവിൻ്റെ നോവലിൽ കിളിക്കൂടിൽ സേതുവിൻ്റെ. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അത് കറക്റ്റ് ചെയ്തു. അതേപോലെ ലിസിയുടെ നോവലിൽ ഖണ്ഡശ പ്രസിദ്ധീകരിക്കുന്ന വരുമ്പോൾ ലിസി നോക്കുക പരിഭ്രമിച്ചിട്ട് അതിലൊരു കഥാസന്ദർഭത്തിൽ DGP കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവർക്കും എഴുതി, അന്ന് DGP ഇല്ല, IG ഉള്ളൂ പോലീസിലെന്ന് പറഞ്ഞു, അത് തിരുത്തി. അപ്പോൾ അതുപോലത്തെ ഒരു വായനക്കാരനാണെന്നുള്ളതാണ്. ശ്രീലതരെ മണൽക്കാട് പോകുന്നതിന് സമയത്ത് തന്നെ വിളിച്ചു. രാമുകാരിയാട്ടിനെ കുറിച്ച്, രാമുകാടിൻ്റെ സഹോദരി എൻ്റെ അമ്മായിമ്മയും കൂടിയാണ്, അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞ് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഷീല ടോമിനെ കുറിച്ച് ഞാൻ പിന്നെ കൂടുതൽ പറയുന്നില്ല. ടോമി ഞാൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഞങ്ങളുടെ ഒരു അലുമിനി ഭാര്യയാണ്. അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് ആവശ്യം. മറ്റ് രണ്ടുപേരെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല, ക്ഷമിക്കണം. അശോകൻ ചേരുവിലിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഇതും അദ്ദേഹത്തിൻ്റെ നോവൽ സങ്കല്പ പരിസരങ്ങളൊക്കെ എനിക്കും പ്രിയപ്പെട്ടതാണ്. പുറത്തുശ്ശേരി ചെമ്മൻ്റെയൊക്കെ എൻ്റെ അമ്മയുടെ വീടും അവിടെ തന്നെയാണ്. നിർത്തുന്നു, ചോദ്യങ്ങളൊന്നുമില്ല. ഓക്കെ. എനിക്ക് ഷീല മാമിനോടാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. വല്യ എഴുതിയ സമയത്ത് നിശബ്ദമാക്കപ്പെട്ട കാടിനും മനുഷ്യർക്കും വേണ്ടിയിട്ട് എഴുതപ്പെട്ടതായിട്ടാണ് ഒരു വായനക്കാരി എന്ന നിലയിൽ അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. 2 ചോദ്യങ്ങളാണ്. ഒന്ന്, എങ്ങനെയാണ് ആ ആഖ്യാന രീതിയിലേക്ക് എത്തിപ്പെട്ടത്? അതായത് സൂസൻ്റെ ഡയറിയിലൂടെ കഥ പറയാം അല്ലെങ്കിൽ ആവിഷ്കാരം നടത്താം എന്നുള്ള ഒരു വ്യത്യസ്തമായ ആഖ്യാന രീതി എങ്ങനെ അതിലേക്ക് എത്തി? രണ്ടാമത്തത്, ഒരുപാട് മനുഷ്യരുടെ കഥ പറയുന്ന പോലെ തന്നെ കാടിൻ്റെ കഥ അല്ലെങ്കിൽ പ്രകൃതിയുടെ, വയനാട് എന്ന് പറയുന്ന ആ ജില്ലയുടെ മൊത്തമായിട്ടുള്ള എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും ശക്തമായൊരു ആവിഷ്കാരം ആ കൃതിയിലുണ്ട്. അതോടൊപ്പം തന്നെ പ്രകൃതിയുടെ ശക്തമായ പ്രതിരോധം ലാസ്റ്റ് പേജുകളിൽ നമുക്ക് വായിച്ചു തീർക്കാൻ അത്രത്തോളം ബുദ്ധിമുട്ടുള്ള രീതിയിൽ മാഡം എഴുതിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു വൈകാരികതയാണ് കേട്ടോ, ഭാഷേൻ്റെ അല്ല. അപ്പം സൂസൻ്റെ ഒക്കെ കഥ പറഞ്ഞ് പോയിട്ട് അവസാനത്തിൽ പ്രകൃതിൻ്റെ പ്രതിരോധത്തിനെ കൂടെ ആവിഷ്കരിക്കാം എന്നുള്ള ആ ഒരു തോട്ടിലും കൂടെ എങ്ങനെയാണ് മാഡം? ഈ 2 ക്വസ്റ്റ്യൻ. പേരെന്ത്? സഫീദ എന്നാണ്. ഞാൻ PhD ചെയ്യാണ്, ഇവിടെ തന്നെയാണ്. എൻ്റെ ടോപ്പിക്ക് സമകാലിക നോവലുകളിലെ ആഖ്യാന പ്രവണതകൾ എന്ന്. ഓ ശരി സഫീദ, ഇതെല്ലാം ഒരുപാട് സന്തോഷം, വലിയ ഇത്ര ആഴത്തിൽ ഇഷ്ടത്തോടെ വായിച്ചെടുത്തതിന്. പിന്നെ ആഖ്യാന രീതി, അത് ആദ്യം ആ നോവൽ എഴുതുമ്പം ഒരു 1.5 പേജിൽ അതിൻ്റെ കഥ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു: ടെസ അവളുടെ അമ്മയുടെ നാട് നേടി വയനാട്ടിലെ ഗ്രാമമായ കല്ലുവയലിലെത്തുന്നു. കല്ലുവയൽ ഞാൻ ജനിച്ച് വളർന്ന നാടാണ്. അപ്പോൾ അവിടെ എത്തുന്നു. അപ്പോൾ അമ്മയുടെ ഡയറി കാണുന്നു. അപ്പോൾ ഡയറിയിൽ നിന്ന് ആ നാടിനെ വായിച്ചറിയുന്നു. അങ്ങനെ ഒരു ചെറിയ വല്യപ്പച്ചനുണ്ട് അവരുടെ വീട്ടിൽ. അത്ര മാത്രമുള്ളൊരു 1.5 പേജിലുള്ളൊരു കഥയായിരുന്നു പിന്നീട് നോവലായിട്ട് ഓരോ അടരായിട്ട് വികസിച്ച് വന്നത്. അപ്പോൾ ആ ഡയറി എന്നുള്ളത് ആദ്യം തന്നെ വന്നൊരു കൺസെപ്റ്റായിരുന്നു. ആ ഡയറിയിൽ കൂടി, കാരണം ഒരുപാട് മനുഷ്യരുടെ, ഒരുപാട് 3 തലമുറകളിലുള്ള മനുഷ്യരുടെയൊക്കെ കഥ പറയാനുണ്ട്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അവസാനം വരെ പറഞ്ഞു പോയാൽ ആദ്യത്തേതൊക്കെ ചിലപ്പോൾ ആളുകൾ മറന്നു പോകും. അതൊരു ലീനിയറായിട്ട് പറയുന്നതിലും ഭംഗി അങ്ങനെ ആയിരിക്കും. കാരണം ഈ കാലത്തിൽ ജീവിക്കുന്ന ടെസ കഴിഞ്ഞ 2-3 തലമുറ മുമ്പുള്ള ആളെ വരെ വായിച്ചറിയാണ്. അപ്പോൾ അത് ഡയറി ആയിരിക്കും അതിന് ഏറ്റവും സൗകര്യപ്രദം എന്ന് വിചാരിച്ചിട്ടാണ് ആ ആഖ്യാന രീതി വന്നത്. പിന്നെ കാടും ഒക്കെ രണ്ടാമത് എന്തായിരുന്നു, കാടൊക്കെ എങ്ങനെ വരുന്നു എന്നല്ലേ? അത് എങ്ങനെ? മനസ്സിലായി.
കോയിൻസിഡൻസ്. അല്ല, അത് ക്രാന്തദർശനം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വയനാട്ടിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് ഇപ്പം അതിൻ്റെ തുടക്കത്തിൽ വള്ളി തുടങ്ങുന്ന സമയത്തുള്ള 70കളിലുള്ള 74-75 ആ കാലഘട്ടമാണ് അവിടെ ആദ്യം വരുന്നത്, 70. അപ്പം ആ കാലഘട്ടത്തിലുള്ള കാടും അന്നത്തെ ഭൂമിയും അതല്ല ഇന്ന് അവിടെയുള്ള എൻ്റെ ആ ഗ്രാമത്തിലുള്ള കല്ലുവയലിലുള്ള ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഞാൻ ശരിക്കും ജനിച്ച സ്ഥലത്ത് ഒരു കുഗ്രാമമാണ്. അതിൻ്റെ ഒരു സൈഡിൽ കൂടെ കബനി, ആ സൂസൻ്റെ വീട് തന്നെ കബനീനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മുമ്പിൽ വയൽ, തൊട്ടപ്പുറത്ത് കാട്. എപ്പോഴും കാടിൽ നിന്നുള്ള ഒച്ചകൾ, ശബ്ദങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ആനയുടെ ചിന്നംവിളി കേൾക്കും രാത്രി. അപ്പം ഉറങ്ങാതെ പേടിച്ചിരിക്കുമ്പോഴായിരിക്കും പടക്കം പൊട്ടുന്ന ശബ്ദം ആനേനെ ഓടിക്കാനായിട്ട്. അങ്ങനെയുള്ള ഒരു ബാല്യത്തിലൂടെ കടന്നു പോയതുകൊണ്ടായിരിക്കാം അന്നത്തെ പ്രകൃതിയെ, അന്നത്തെ എന്താ പറയുക, വയനാടിൻ്റെ എന്താ പറയുക, ഭൂപ്രകൃതിയും അതുപോലെ ജീവിതവും എല്ലാം അതേപടി പകർത്താൻ ശ്രമിച്ചത്. പക്ഷേ വയനാടിൻ്റെ ഇപ്പോൾ ഒരു 4-5 ദശകങ്ങളിലൂടെ വയനാടിൻ്റെ ഭൂപ്രകൃതിക്ക് വന്ന പരിവർത്തനം കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ 2018 ആ നോവൽ അവസാനിപ്പിക്കുന്നത്, എഴുതി തീർക്കുന്നത്. അപ്പോൾ 2018 ഈ നോവൽ അവസാനിക്കുന്ന സമയത്തായിരുന്നു ആ വലിയ പ്രളയം ഉണ്ടാവുകയും അന്ന് മേപ്പാടിയിലൊരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. അന്നാണ് ആ ഉണ്ണിയച്ചിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്ന ലാസ്റ്റ് അധ്യായം എഴുതി വെച്ചത്. ചിലപ്പോൾ ആ പ്രകൃതി തന്നെ ആയിരിക്കാം എന്നെക്കൊണ്ട് ആ അധ്യായങ്ങൾ എഴുതിപ്പിച്ചത്. രണ്ടാമത്തെ ചോദ്യം ഷീല ടോമിയോട് തന്നെയാണ്. കേൾക്കുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം വല്ലിയെ കുറിച്ചിട്ട് തന്നെയാണ്. വല്ലിയിൽ നമ്മൾ ഈ കാടോരം സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൾട്ടർനേറ്റീവ് സ്കൂൾ എന്നുള്ളൊരു സങ്കല്പം ഒരുപക്ഷെ KJ ബേബിയുടെ കനവിൻ്റെ ഒക്കെ ഒരു ഇതിൽ, അല്ലെങ്കിൽ സാരംഗിൻ്റെ ഒക്കെ ഒരു രീതിയിൽ. പിന്നെ അതിൽ ഉള്ളൊരു പ്രധാന കഥാപാത്രമായിട്ടുള്ള പത്മനാഭ മാഷ്ടെ ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലും പരാമർശിക്കുന്നുണ്ട്, സാമൂഹിക പ്രവർത്തനം, പരിസ്ഥിതി പ്രവർത്തനം. അപ്പോൾ ഈ പ്രകൃതി സ്നേഹമെന്ന് പറയുന്നത് കാൽപ്പനികമായിട്ടുള്ള ഒരു ഇതിൻ്റെ അപ്പുറത്തേക്ക് സംഘടിതമായി ജനകീയമായി അവിടെയുള്ള തദ്ദേശവാസികളെ കൂടി ഉൾപ്പെടുത്തി അവരെ കൂടി ഇൻക്ലൂസീവായിട്ട് ചെയ്യേണ്ടതാണെന്നുള്ള ഒരു സങ്കല്പം നോവലിൽ വരുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് പറയാറ്? ഇപ്പോൾ പ്രകൃതി സ്നേഹം എന്ന് പറയാൻ പേടിയാണ്. അത് ഏത് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ അതിൽ കാടോരം സ്കൂള് ശരിക്കും KJ ബേബിച്ചേട്ടൻ്റെ കനവിനോടുള്ള ഒരു സമർപ്പണം തന്നെയായിരുന്നു. ഞങ്ങൾ ചെറുപ്പം മുതൽ KJ ബേബിച്ചേട്ടൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് വളർന്ന ഒരാളെന്ന നിലയിൽ KJ ബേബിച്ചേട്ടനോടുള്ള ബഹുമാനം തന്നെയായിരുന്നു കാടോരം സ്കൂളിലൂടെ പ്രകടിപ്പിച്ചത്. അതുപോലെ KJ ബേബിച്ചേട്ടനും ചേച്ചിയും. പിന്നെ കാടിൻ്റെ ഒരുമിച്ച് ചേർന്ന് ചെയ്യേണ്ടതാണ് പ്രകൃതി സംരക്ഷണം എന്നുള്ളൊരു ഐഡിയ വരുന്നുണ്ടോ എന്നാണല്ലോ മാഷ് ചോദിച്ചത്. അത് തീർച്ചയായിട്ടും അതിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. പക്ഷേ അതിൽ ബസവൻ്റെ മകൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ബസവൻ്റെ മകൻ പറയുന്ന ഒരു പേര് പോലും ഇല്ലാത്തൊരു കഥാപാത്രമാണ്. അവൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, കാട് കാക്കാൻ സർക്കാരുണ്ട്, അപ്പൻ എന്തിനാ ഇപ്പോഴും കാട് കാക്കാനായിട്ട് പോകുന്നത് എന്ന് ബസവനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് നമ്മൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയാലും ഗവൺമെൻറ് കൃത്യമായ നടപടികളിലൂടെ കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കുന്ന അല്ലെങ്കിൽ എഴുതി തള്ളുന്ന ഭൂമി അത് വെട്ടി നശിപ്പിച്ചാൽ, കാട് വെട്ടി നശിപ്പിച്ച് പാറമടകളിലൂടെയെല്ലാം പ്രകൃതിക്ക് വരുത്തുന്ന ചൂഷണം ഇല്ലാതാക്കാൻ ഗവൺമെൻറ് തന്നെ നടപടിയെടുത്താൽ, അല്ലാതെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളൊരു സംഭവം ഒരു വാചകത്തിലൂടെ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഇപ്പം പറയുന്നത് കാട് നശിപ്പിച്ചത് കൊണ്ടല്ല ഇപ്പം ചൂരൽമലയുണ്ടാവുന്നത്, കാട്ടിലാണ് ഉരുൾപൊട്ടലുണ്ടാവുന്നതെന്നൊക്കെ പറയുന്നു. പക്ഷേ നമ്മളുടെ പല കാരണങ്ങളുണ്ട്. ഉരുൾപൊട്ടലിനും പ്രളയത്തിനും അതുപോലെയുള്ള പ്രകൃതി നാശത്തിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും മാനുഷികമായ പ്രവർത്തനങ്ങൾ അതിൻ്റെ ആക്കം കൂട്ടുന്നുണ്ട്. ഇപ്പം മഴയുടെ അളവും മലയുടെ ചെരിവും മണ്ണിൻ്റെ പ്രകൃതിയും ഒക്കെ മാറ്റിവെച്ചാലും പുഴയുടെ വഴി തടഞ്ഞുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമൊക്കെ അതിന് ആക്കം കൂട്ടുന്നുണ്ട്. അതിന് ഗവൺമെൻറ് തന്നെ നടപടി എടുക്കണമെന്ന് അതിൽ സൂക്ഷ്മമായി വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ, നന്ദി. നല്ല ചർച്ചയായിരുന്നു. എല്ലാവർക്കും നന്ദി. എൻ്റെ നോവൽ സങ്കല്പം എന്ന സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ സെഷനിൽ പങ്കെടുത്ത
അശോകൻ ചെരുവിൽ, ഷീല ടോമി, ഷംസുദ്ദീൻ കുട്ടോത്ത്, ലിസി, പുഷ്പമ്മ, ശ്രീലത, എല്ലാവർക്കും നന്ദി. അടുത്ത സെഷൻ, ഈ വേദിയിലെ അടുത്ത സെഷൻ ആഖ്യാനങ്ങൾ വിവർത്തനം ചെയ്യുമ്പോൾ എന്ന വിഷയത്തിലുള്ള പാനൽ ചർച്ചയാണ്. ഈ സെഷനിൽ പങ്കെടുക്കുന്നത് പ്രേമ ജയകുമാർ, ഇ വി ഫാത്തിമ, എ ജെ തോമസ്, ഐ ഷൺമുഖദാസ്, ബി നന്ദകുമാർ. ആഖ്യാനങ്ങൾ വിവർത്തനം ചെയ്യുമ്പോൾ എന്ന വിഷയത്തിലുള്ള പാനൽ ചർച്ചയാണ് അടുത്തതായി ഈ വേദിയിൽ നടക്കാനിരിക്കുന്നത്. ഈ പാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രേമ ജയകുമാർ, ഇ വി ഫാത്തിമ, എ ജെ തോമസ്, ഐ ഷൺമുഖദാസ്, ബി നന്ദകുമാർ. അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ശ്രീമതി പ്രേമ ജയകുമാറിനെ സന്തോഷം സ്വാഗതം ചെയ്യുന്നു. മൂന്നര മുതൽ 5 വരെ എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൽ ഒതുക്കാൻ ശ്രമിക്കാം. ഓക്കെ, തുടങ്ങാം. സുഹൃത്തുക്കളെ, ഇന്നിവിടെ വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ആദ്യം തന്നെ എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിനും അധ്യക്ഷം വഹിക്കാൻ ക്ഷണിച്ചതിനും നന്ദി പറയുന്നു അക്കാദമി ഭാരവാഹികളോട്. പൊതുവേദികളിൽ ഇങ്ങനെ വലിയ ചർച്ചകളിലൊന്നും പങ്കെടുത്ത് എനിക്ക് വലിയ ശീലമൊന്നുമില്ല. എഴുതുക എന്നുള്ളതല്ലാണ്ട് പിന്നെ അഥവാ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്ത വിവർത്തനങ്ങളെ പറ്റിയാണ് സാധാരണ സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഒരു പൊതു വിഷയമായതുകൊണ്ട് ആഖ്യാനങ്ങൾ വിവർത്തനം ചെയ്യുമ്പോൾ എന്നുള്ള ഒരു വലിയ വിഷയമായതുകൊണ്ട് അങ്ങനെ പോരല്ലോ. ഇവരെല്ലാവരും കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി ഇവരെല്ലാവരും പറയും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അങ്ങോട്ട് തുടങ്ങുകയാണ്. ചർച്ചയുടെ വിഷയം ഇതാണല്ലോ. ആദ്യത്തെ ചോദ്യം, ഞങ്ങളോട് ചോദിക്കാവുന്ന ചോദ്യം, എന്തിന് വിവർത്തനം ചെയ്യുന്നു എന്നാണ്. ഒരു എവറസ്റ്റ് കയറാൻ ഉദ്യമിക്കുന്ന ഒരു പർവ്വതാരോഹകനോട് ഒരു ജേർണലിസ്റ്റ് ചോദിച്ചു എന്ന് കേട്ടിട്ടുണ്ട്, എന്തിനാ ഇപ്പോൾ എവറസ്റ്റ് കയറണമെന്ന്. അപ്പോൾ അങ്ങേരുടെ ഉത്തരം ഇതായിരുന്നു, അതവിടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുപോലെയാണ് പുസ്തകം എന്തിനു ആ പുസ്തകം ഇവിടെ ഉണ്ട്, അത് കൂടുതൽ ആളുകൾ വായിക്കണമെന്നുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശം വിവർത്തകൻ്റെയോ വിവർത്തകയുടെയോ. എൻ്റെ മുമ്പിൽ ഈ പുസ്തകങ്ങൾ വന്ന് നിൽക്കുന്നു, എനിക്കിഷ്ടമുണ്ടാവുക, മറ്റുള്ളവരും കൂടി ഇത് വായിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട് എന്നുള്ളതാണ് ആലോചിക്കാതെ പറയാവുന്ന ഉത്തരം. ഈ ചെറിയ സ്ഥലത്തൊതുങ്ങുന്ന ഭാഷ, വളരെ നല്ല ആഖ്യാനങ്ങളും കഥകളും കവിതകളും എല്ലാം ഉണ്ട്. പക്ഷേ ഈ ആഖ്യാനം എന്നുള്ളത് ഞാൻ എടുത്തിരിക്കുന്നത് ഗദ്യത്തിലുള്ള ആഖ്യാനങ്ങളെ പറ്റിയാണ്. ഒരു ചെറിയ അഹങ്കാരം നമ്മളുടെ ഈ സമ്പത്തിനെ പറ്റി ഉള്ളത് കൊണ്ടുകൂടിയാണ് നമ്മൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഈ കഥകൾ, ഈ നോവലുകൾ, ഈ കവിതകൾ മലയാളം അറിയാത്തവർ കൂടി വായിച്ചാൽ കൊള്ളാം, അവർ കൂടി ഇതിൽ രസിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇത് ചെയ്യുന്നത്. പിന്നീട് ഇത് മറ്റൊരു ഭാഷയിലാക്കുമ്പോൾ അതിന് ഈ ക്രോസ് വേർഡ് പസിലും ഇതൊക്കെ ചെയ്യുന്ന ഒരു ചാലഞ്ചുണ്ട്. ആ വാക്കിനോട് ഈ വാക്ക് കൂട്ടി വെച്ചാൽ അത് ശരിയാവോ, അതിൻ്റെ വെയ്റ്റ്, അതിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ സൗന്ദര്യം എല്ലാം ഒരുപോലെ ആവോ എന്ന് നോക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ ഒരു രസമുണ്ടല്ലോ, ആ ഒരു ചാലഞ്ചിൻ്റെ, അതും കൂടി ഉണ്ട്. ഞാൻ വളരെ
എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ആകസ്മികമായാണ് വിവർത്തനം തുടങ്ങിയത്. മലയാളം അറിയാത്ത സ്നേഹിതർക്ക് വേണ്ടി നമ്മൾ ഓരോ പുസ്തകം വായിച്ചാൽ ഇങ്ങനെ അതിനെപ്പറ്റി പറയുമല്ലോ. അങ്ങനെ ഇട്ടിച്ചിരി എന്ന കഥാപാത്രത്തെ പറ്റി ഒരുപാട് പറഞ്ഞപ്പോൾ മാടമ്പ് കുഞ്ഞോട്ടിൻ്റെ അവർ പറഞ്ഞു ഇത് ശരിക്കും വായിക്കാൻ പറ്റിയാൽ നന്നായിരുന്നു എന്ന്. കുറച്ച് സമയം കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ ഇരുന്ന് അത് ചെയ്തു. പിന്നെ അങ്ങനെ ഓരോന്നും ആകസ്മികമായി തുടങ്ങിയ ഒരു ജോലിയാണ്. ആകസ്മികമായി തന്നെയാണ് അത് പബ്ലിഷ് ചെയ്തതും. ഞാനത് പബ്ലിഷർക്ക് അയച്ച് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ എനിക്ക് ഈ വേദിയിലിരിക്കുന്ന സുഹൃത്തുക്കളോട് ഇതുകൂടി ചോദിക്കാണ്ട് എങ്ങനെ ഇത് തുടങ്ങി എന്നുള്ളത്, ഈ വിവർത്തനം എന്നുള്ള ഒരു രീതി എങ്ങനെ തുടങ്ങി എന്നുള്ള. കാരണം കവികൾ പൊതുവെ മറ്റുള്ളവരുടെ കവിതകൾ തർജ്ജമ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വേറെ ഭാഷകളിൽ നിന്ന് അവനവൻ്റെ കവിത എഴുതുമ്പോൾ തന്നെ അവർ വേറെ ഭാഷകളിൽ നിന്നുള്ള കവിതകൾ തർജ്ജമ ചെയ്ത് കണ്ടിട്ടുണ്ട് പണ്ട് മുതലേ. പക്ഷെ ഒരു നോവലിസ്റ്റ് വേറൊരു നോവലിസ്റ്റിൻ്റെ കഥയോ നോവലോ തർജ്ജമ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവരാരെങ്കിലും കണ്ടിട്ടുണ്ടോ അറിയില്ല. ഇവരാരെങ്കിലും സ്വന്തം എഴുതാറുണ്ടോയെന്നും എനിക്കറിയില്ല. അത്ര കവിത എഴുതുന്നറിയാം, പക്ഷെ കഥകളും നോവലുകളും ആരും എഴുതിയതായിട്ട് എനിക്കറിയില്ല. ഉണ്ടോ? ഓക്കെ, തോമസ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഊഹം ചെറുതായിട്ട് തെറ്റി. അടുത്ത ചോദ്യം, എങ്ങനെ ഈ പുസ്തകം തിരഞ്ഞെടുക്കുന്നു ഓരോ പുസ്തകവും എന്നാണ്. എനിക്ക് തോന്നുന്നു പുസ്തകങ്ങൾ വന്ന് നമ്മളോട് പറയും ഇനി എന്നെ ചെയ്തുകൂടെ എന്ന്. അങ്ങനെയാണ് സ്വയം തിരഞ്ഞെടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. ആദ്യത്തെ കുറേ വിവർത്തനങ്ങളെങ്കിലും അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്യാതെ പറ്റില്ല എന്ന് തോന്നിയിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് നമുക്കൊരു റെക്കഗ്നേഷനൊക്കെ കിട്ടുമ്പോൾ ആളിൽ ചിലപ്പോൾ ഇങ്ങോട്ട് പറയും ഇത് ചെയ്തുകൂടെ എൻ്റെ പുസ്തകം, അങ്ങനെയൊക്കെ പറയുമ്പോൾ ചെയ്യും. പിന്നെ എത്ര ഇഷ്ടമുള്ള പുസ്തകമായാലും രാമരാജ ബഹദൂറിനെ പോലെയുള്ളൊരു പുസ്തകം ആരും സ്വന്തം ഇഷ്ടപ്രകാരം തർജ്ജമ ചെയ്യില്ല. അത് കുറച്ച് ഫോഴ്സ് ഉപയോഗിച്ച് ചെയ്യിപ്പിച്ച പുസ്തകമാണ്. പിന്നെ ഈ പുസ്തകങ്ങളെല്ലാം എളുപ്പമൊന്നും ആയിരുന്നില്ല. എല്ലാ പുസ്തകവും ഓരോ തരത്തിലുള്ള വെല്ലുവിളി ഉയർത്തുന്ന പുസ്തകങ്ങളാണ് ഞാൻ ചെയ്തത്. തുടങ്ങിയത് 70കളിലാണ്. ഇന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ ചാലഞ്ചിങ് തന്നെയായിരുന്നു. ചിലപ്പം മറ്റുള്ളവർക്ക് പറഞ്ഞ് വലിയ നോട്ടൊന്നും ഇല്ലാണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പറ്റാത്ത തരം ആചാരങ്ങളാവാം, വാക്കുകളാവാം. ഇപ്പോൾ ഒരു കവിത ചെയ്യുമ്പോൾ ആചമിക്കുക എന്നൊരു വാക്കുണ്ട്. എനിക്ക് തോന്നുന്നില്ല മലയാളികൾക്ക് തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു വാക്കാണ് അതെന്ന്. അപ്പോൾ അങ്ങനത്തെ വാക്കുകൾ തന്നെ ഒരു വെല്ലുവിളിയാണ്. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ രാമരാജ ബഹദൂറിൻ്റെ ഭാഷ വെച്ചാൽ അതിലെ ഭാഷയെപ്പറ്റി ഒരു പുസ്തകം എഴുതേണ്ടി വന്നിട്ടുണ്ട്. അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡാണ് അതിൻ്റെ ഭാഷ. മുകുന്ദൻ്റെ മാഹിയാണെങ്കിൽ ഭാഷ വ്യത്യാസമുണ്ടെന്ന് മാത്രമല്ല അവിടുത്തെ ആളുകളുടെ എന്താ പറയുക കാഴ്ചപ്പാട് തന്നെ ഒരു വ്യത്യാസമുള്ള കാഴ്ചപ്പാടാണ്, മറ്റുള്ളവരെ പോലെ അല്ലാത്തൊന്നും. വളരെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളാണ് മിക്കതും. അശ്വത്ഥാമാവിൽ ഇട്ടിച്ചിരിയാണ് കാരണമെങ്കിൽ യക്ഷി എന്ന് പറഞ്ഞ നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഭ്രാന്തിൻ്റെ ഒരു യുക്തി ഉണ്ടല്ലോ. ഒരു ഭ്രാന്തൻ വളരെ യുക്തിപൂർവം ആർഗ്യൂ ചെയ്ത ഒരു കൺക്ലൂഷനിൽ എത്തണ ഒരു രീതി ഉണ്ടല്ലോ, അതാണ് ആ പുസ്തകത്തിലുണ്ടായിരുന്ന. പാണ്ഡവപുരത്തിലാണെങ്കിൽ ഈ ലോകവും ഏതോ ഒരു മായാലോകവും കൂടിച്ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥിതി. അതും എനിക്ക് തോന്നുന്നു അന്ന് മലയാളത്തിൽ അത്രയും ഉണ്ടായിരുന്നില്ല. ഈ മാജിക്കൽ റിയാലിസം എന്നൊക്കെ പറയുന്നത് ഇതിലുണ്ട്, ഈ പുസ്തകത്തിലുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ വികൃതികൾ മുകുന്ദൻ്റെന് ഒരു ഗ്രീക്ക് ദുരന്ത നാടകത്തിൻ്റെ തീർച്ചയോടെ നിർബന്ധത്തോടെ കഥാപാത്രങ്ങളെ എല്ലാം സ്വന്തം ദുരന്തങ്ങളിലേക്ക്, ഓരോരുത്തരുടെയും ദുരന്തം ഓരോന്നാണ് എത്തിക്കുന്നത്. ഇൻഎക്സോറബിൾ എന്നൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്ന ഒരു ഒഴുക്ക്. ഒരു ദേശത്തിൻ്റെ കഥയിലാണെങ്കിൽ എനിക്ക് കേട്ട് പരിചയമുള്ള പഴയ കോഴിക്കോടിൻ്റെ കഥകളുമാണ് അത് നിറച്ച. പിന്നെ ആ ആഖ്യാനത്തിനൊരു
വളരെ ഒരു ഇമ്മീഡിയസി ഉണ്ട്, നമ്മൾ തൊട്ടറിയുന്ന മാതിരിയാണ് പലതും. അപ്പോൾ അത് നമുക്കതുപോലെ വേറൊരു ഭാഷയിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എത്ര പേരത് വായിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അതിലൊരു വെള്ളപ്പം ഉണ്ടാക്കുന്ന സീനുണ്ട്. അത് ആ വെള്ളപ്പം ഒഴിക്കുമ്പോഴുള്ള ശബ്ദം, ആ മാവിൻ്റെ വാസന, പിന്നെ വെള്ളപ്പം ചുടുമ്പോഴുള്ള വാസന, ആ രുചി, വാങ്ങാൻ പോയ ആൾ ആ രുചി ആലോചിക്കുന്നത്, ഓരോ സെൻസിനെയും നമ്മളുടെ ഓരോ ഇന്ദ്രിയത്തിനെയും അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന ഒരു നറേഷനാണത്. അങ്ങനെ ഓരോന്നും. പിന്നെ തീക്കടൽ കടഞ്ഞു തിരുമധുരം ഞാൻ ലാസ്റ്റ് പബ്ലിഷ് ചെയ്തതാണ്. അതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എഴുത്തച്ഛൻ്റെ കഥയൊക്കെ ആ ഭാഷ എങ്ങനെ ജനിച്ചു എന്നുള്ള ആ ഒരു മലയാള ഭാഷ എങ്ങനെ ഇന്നത്തെ നിലയിൽ ജനിച്ചു എന്നുള്ളതാണ് എനിക്ക് ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ ചെയ്ത ഒരു കുട്ടികളുടെ പുസ്തകം MTയുടെ മാണിക്യക്കല്ലായിരുന്നു. അത് കുട്ടിക്കാലത്ത് വായിച്ച ഓർമ്മയും ആ ശരിയായ ഫെയറി ടെയിലിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉള്ള ഒരു ഫെയറി ടെയിലാണത്. രാജകുമാരൻ, മന്ത്രികുമാരൻ, രാജകുമാരി, രാക്ഷസൻ, പറ്റിക്കുന്ന ഒരു സ്ത്രീ, ഒരു ദുർമന്ത്രവാദിനി, അങ്ങനെയൊക്കെ. അവനവൻ ചെയ്ത പുസ്തകങ്ങൾ എപ്പോഴും പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ എനിക്കും അതുപോലെ ഈ പുസ്തകങ്ങളെല്ലാം അതീവ ഭംഗിയുള്ളതാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നല്ലൊരു പുസ്തകം എഴുതി തീരുന്ന എഴുത്തുകാരൻ്റെ അതേ സംതൃപ്തി തന്നെ നല്ലൊരു വിവർത്തകനും ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു അനുഭവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഴുത്തുകാരനും മുഴുവൻ തൃപ്തിയായിട്ടുണ്ടാവണമെന്നില്ല, ആ ഭാഗം കുറച്ചും കൂടി നന്നാവായിരുന്നു. അതുപോലെ ഞങ്ങൾക്കും പിന്നെയും വായിക്കുമ്പോൾ അത് കുറച്ചുകൂടി നന്നായിട്ട് എഴുതാമായിരുന്നല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ ഞങ്ങൾക്കും വരാറുണ്ട്. പക്ഷെ എന്നാലും ഈ വിധത്തിലെങ്കിലും മറ്റുള്ളവർക്ക് വായിക്കാൻ തക്കവണ്ണം കൊടുക്കുന്നതിൻ്റെ ഒരു സംതൃപ്തിയുണ്ട്. നോവലുകളും കഥകളും കവിതകളും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും ഹ്യൂമർ എന്ന മേഖല ഇതുവരെ ശ്രമിച്ചിട്ടില്ല. VK-നോട് കടുത്ത ആരാധനയുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വിവർത്തനം ചെയ്യാനൊന്നും ആലോചിച്ചിട്ട് കൂടിയില്ല. ഹാസ്യം കുറേ കൂടി സ്ഥലത്തിനും കാലത്തിനും ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട്. എനിക്ക് നന്ദകുമാറിനോടൊന്ന് ചോദിക്കാനുണ്ട്, പറയുമ്പോൾ പറഞ്ഞാൽ മതി. ഷെർലക് ഹോംസ് ചെയ്തുല്ലോ, എപ്പോഴെങ്കിലും ജീവ്സിൻ്റെ കഥകൾ തർജ്ജമ ചെയ്യാൻ ശ്രമിക്കുക തോന്നുക ചെയ്തിട്ടുണ്ടോയെന്ന്. വിവർത്തനം എങ്ങനെ ചെയ്യുന്നു, ഞാനൊരു ജനറൽ ഇതായിട്ട് പറയാം. ഇവർ ഓരോരുത്തരും കൂടുതൽ വിപുലമായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കും. കുറേ പ്രാവശ്യം വായിച്ച് മുഴുവൻ മനസ്സിലാക്കിയെന്ന് ഉറപ്പ് വരുത്തുക എന്നതാണ് ഏറ്റവും വലിയ കടമ്പ. ഇത് എളുപ്പമല്ല. ബിക്കോസ് ട്രാൻസ്ലേറ്റർ ഇസ് ദ ബെസ്റ്റ് റീഡർ ദാറ്റ് ആൻ ഓഥർ ഹാസ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ട്രാൻസ്ലേറ്റർ വായിക്കുന്ന അതേ താല്പര്യത്തോടുകൂടി അതേ ആഴത്തിൽ വായിക്കുന്ന മറ്റ് വായനക്കാരുണ്ടാവില്ല. കാരണം നമുക്കിത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാണല്ലോ. ഇപ്പോൾ എനിക്ക് അനുഭവമുണ്ട്, ഇത്രയൊക്കെ ശ്രദ്ധിച്ച് വായിച്ചിട്ടും തെറ്റിയ അനുഭവമുണ്ട്. ഞാൻ രാമരാജ ബഹദൂർ ചെയ്യുമ്പോൾ 2-3 പേജ് ചെയ്തു, തർജ്ജമയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ 3-4 പേര് എക്സ്പേർട്സ് CV-നെ പറ്റി നല്ലോണം അറിയുന്നവർ വായിച്ചു നോക്കി. എന്നിട്ടും ഞാൻ പിന്നെ വെറുതെ ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ ടിപ്പുവിൻ്റെ പടയെപ്പറ്റി പറയേണ്ടടുത്ത് ഞാനത് തിരുവിതാംകൂറിൻ്റെ പടയാന്നുള്ള മാതിരിയാണ് എഴുതിയിരിക്കുന്നത്. എഴുതിയ വാചകങ്ങൾക്കൊന്നും തെറ്റില്ല, ആദ്യത്തെ ഒരു വാചകേ തെറ്റിയിരുന്നുള്ളൂ. അങ്ങനെ ഓരോന്നും. അപ്പോൾ ഇതാ വേറൊന്ന് എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു ഇതുണ്ട്. വിജയലക്ഷ്മിയുടെ ഒരു കവിതയിലാണ് സന്ദേഹിയായ രാജപുത്രൻ എന്നൊരു ഫ്രേസ് ഉണ്ട്. അത് ട്രാൻസ്ലേഷനിൽ ഡൗട്ടിങ് രജ്പുട്ടായി. പക്ഷെ സന്ദേഹിയായ രാജപുത്രൻ ഒരാളേ ഉള്ളൂ ശരിക്കും, അത് ഹാംലെറ്റാണ്. അപ്പോൾ വേണ്ടിയിരുന്നത് ദ ഡൗട്ടിങ് പ്രിൻസ് തന്നെയാണ് വേണ്ടിയിരുന്നത്, അല്ലാണ്ട് രജ്പുട്ട് ഇതിൽ യാതൊരു കാര്യവുമില്ല. എൻ്റെ ആർമിയെ പോലെ തന്നെയാണ്, വഴിതെറ്റി വന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ വരാതെ നമ്മൾ അത്ര സൂക്ഷിച്ച് വായിക്കുക എന്നുള്ളതാണ്. പിന്നെ ഭാഷയിലുള്ള ഭാവങ്ങൾ ഒരേപോലെ അല്ല എല്ലാ ഭാഷയിലും. ഒരു വാക്കിനോ വാചകത്തിനോ കൃത്യമായ തർജ്ജമ ചെയ്താലും ആ ഒറിജിനൽ
ആദ്യം എഴുതിയ ആൾ ഉദ്ദേശിച്ച അർത്ഥമാവില്ല ചിലപ്പോൾ കിട്ടുക. ചെമ്മീനിൽ ഞങ്ങളിന്ന് ചെമ്മീനിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു. പൊന്നിൻകുടം എന്നുള്ള വാക്കുണ്ടല്ലോ, അത് കാമുകിയെ വിളിക്കുന്ന ഒരു വാക്കാവാം. പക്ഷെ ഒരു ഇംഗ്ലീഷുകാരനോട് പോട്ട് ഓഫ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും കാമുകിയാവില്ല. ഒരു പക്ഷെ മഴവില്ലിൻ്റെ അറ്റത്തുള്ള നിധിയാവാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ വ്യത്യാസങ്ങൾ, യൂസിൻ്റെ വ്യത്യാസങ്ങൾ നമ്മൾ ഓർമ്മ വയ്ക്കണം എന്നുള്ളതാണ്. അത് വാക്കിന് മാത്രമല്ല വാചകങ്ങൾക്കും ഈ പ്രശ്നമുണ്ടാവാം. അധികം പറയില്ല, ഇവിടെ നിർത്താം. എങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എങ്ങനെ വിവർത്തനം ചെയ്യണം എന്നുള്ളത് എറ്റിയൻ ഡോലെ പറഞ്ഞിട്ടൊരു ഫ്രഞ്ച് വിവർത്തകൻ 16-ാം നൂറ്റാണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നും ആ നിയമങ്ങൾക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ എറ്റിയൻ ഡോലെ പറ്റിയിട്ടുള്ള ഒരു രസകരമല്ല സങ്കടകരമായ കാര്യം എന്താ വെച്ചാൽ, വിവർത്തനം കൂടുതൽ നന്നായതിന് വധശിക്ഷ വിധിക്കപ്പെട്ട ഒരാളാണ്. അത് ഗോസ്പെൽസ് എന്നുള്ള ഇതാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ കൂടുതൽ നന്നായി എന്നുള്ളതുകൊണ്ട് ഹി വാസ് കിൽഡ്. അങ്ങനെ ഏതായാലും അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, വിവർത്തകൻ മൂലകൃതിയുടെ കർത്താവിൻ്റെ ഉദ്ദേശവും അർത്ഥവും മനസ്സിലാക്കണം, വാക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെ. വേണ്ടി വന്നാൽ കൂടുതൽ വ്യക്തമാക്കാൻ വിസ്തരിക്കാം. 2 ഭാഷകളും വളരെ നന്നായി അറിയണം. വിവർത്തനം ഓരോ വാക്കിൻ്റെയും തർജ്ജമയാകരുത്. സാധാരണ ഉപയോഗത്തിലുള്ള ഭാഷ ഉപയോഗിക്കണം. നമ്മളുടെ ഭാഷാജ്ഞാനം കാണിക്കാനുള്ള സ്ഥലമല്ല ഒരു വിവർത്തനം. മൂലകൃതിയുടെ ഭാവം പകരാൻ തക്കവണ്ണം വാക്കുകൾ തിരഞ്ഞെടുക്കുകയും അവ ശരിയായ ക്രമത്തിൽ ഉപയോഗിക്കുകയും വേണം. എല്ലാറ്റിലും ഉപരി ഒരു നിയമം ഞാൻ എൻ്റെ വക, വായിക്കാവുന്ന രൂപത്തിലാവണം നമ്മളുടെ വിവർത്തനം പുറത്തെത്തുന്നത്. കാരണം ആരും വായിച്ചില്ലെങ്കിൽ, എത്ര ശരിയായ തർജ്ജമയായാലും അതിന് ആ വായന സുഖമില്ലെങ്കിൽ ആരും അത് വായിക്കാൻ പോകുന്നില്ല. അപ്പം നമ്മൾ വാക്ക് കൃത്യമാവാൻ വേണ്ടി വളരെ കൺവല്യൂട്ടഡ് സെൻറ്റൻസസൊക്കെ ഉപയോഗിച്ചാൽ വായിക്കുന്ന ആൾക്കൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ആ വായന സുഖമാവുന്ന രീതിയിൽ വേണം നമ്മൾ തർജ്ജമ ചെയ്യാൻ എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ വിവർത്തനത്തിൽ ഭാഷ, വിവർത്തനത്തിൻ്റെ ഭാഷ, ആ ഭാഷ വായിക്കുന്ന ആൾക്ക് സുഖമായി വായിക്കാൻ തക്കവണ്ണം വേണം നമ്മൾ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോഴും ഇതെല്ലാം ഒത്തുവരുമ്പോഴല്ലേ ഞങ്ങൾ സന്തുഷ്ടരാകുന്നത്. ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ വില ഞങ്ങൾക്കറിയാം. മറ്റുള്ളവരെ അവർ കാണാനിടയില്ലാത്ത കാഴ്ചകൾ കാണിക്കുകയാണ് ഞങ്ങൾ. അവർ അറിയാത്ത ലോകങ്ങളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അത് തന്നെ തുടരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇനിയിപ്പോൾ ഫാത്തിമ ഐ തിങ്ക് യു ഇവർക്ക് കൊടുക്കാം. അപ്പം ഉത്തരം വേണം കേട്ടോ 2 ചോദ്യത്തിന്. So, good evening to all. വേദിയിൽ എൻ്റെ കൂടെ ഇരിക്കുന്നവർക്കും സദസ്സിലിരിക്കുന്നവർക്കും എൻ്റെ നമസ്കാരം. നേരത്തെ പ്രേമചേച്ചി പറഞ്ഞ പോലെ തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ രംഗത്തേക്ക് കടന്നു വന്ന് അതിലും വലിയ ഒരു അത്ഭുതമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇരിക്കുകയാണ്. കാരണം എന്നെ രാജൻ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഒന്ന് ഉറപ്പിക്കൂ, കാരണം ഒരുപാട് നന്ദകുമാറുള്ള കാലമാണ്. ബി നന്ദകുമാറിനെ തന്നെയാണോ ഉദ്ദേശിച്ചത്? വേറൊന്നുമില്ല, ഞാൻ അങ്ങനെ ഒരു പബ്ലിക് ഫങ്ഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. പാലക്കാട് നിന്നാണ് ഞാൻ വരുന്നത്. പാലക്കാട് ഒരു ഡിസ്ട്രിക്ട് ലൈബ്രറി ഉണ്ട്. അവിടെ ഒരു വേണമെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക എന്താ പറയുക ചലനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ആഴ്ചകളിലും പുസ്തക പ്രകാശനം, വായന, പുസ്തക ചർച്ച, ഫിലിം ഫോറിൻ ഫിലിംസ്, അതായത് ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ. പിന്നെ ഇതൊക്കെ കൂടാതെ ഞങ്ങൾക്ക് ശനിയാഴ്ച മേഫിലുണ്ട്, പാട്ട്. അതിപ്പോൾ തൽക്കാലം ലൈബ്രറിയിൽ നിന്ന് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സുഖം തരുന്ന പ്രവൃത്തികളാണ്. ഇപ്പം നേരത്തെ പ്രേമചേച്ചി പറഞ്ഞൊരു കാര്യം വളരെ വാസ്തവമാണ്. ആരെങ്കിലും ഒരു
ട്രാൻസ്ലേറ്ററായിട്ട് ജനിക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടി എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് കണക്കാക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള ഉറച്ച ഉത്തരം തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാവുക. ഇപ്പോൾ MT യോട് ചോദിച്ചു എന്തുകൊണ്ട് താങ്കളൊരു എഴുത്തുകാരനായിരുന്നു. ഞാൻ മറ്റൊന്നും ആയിരുന്നില്ല, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരം. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ ഹാളിൽ ഇരിക്കാൻ തന്നെ ആ ലെജൻഡിൻ്റെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. കാരണം അദ്ദേഹത്തെ പോലെ ഭാഗ്യം സിദ്ധിച്ച ആൾക്കാരും കുറവാണ്. അദ്ദേഹം ജനിച്ചത് ഒരു സാഹിത്യകാരനായിട്ടാണ്, ഒരു കഥാകാരനായിട്ടാണ്. സാഹിത്യകാരൻ എന്നുള്ളതിനൊക്കെ കവിഞ്ഞ് കഥകൾ പറഞ്ഞ് രസിപ്പിക്കുന്ന അതാ തുഞ്ചൻ ആ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ജനിച്ച് വളർന്ന് കഥകൾ എഴുതിയ ഒരു ലെജൻഡായ ആളാണ്. ഒരിക്കലും ഒരു തർജ്ജമാകാരൻ അങ്ങനെ ആവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, പക്ഷേ അതത്ര മോശമുള്ള കാര്യമല്ല കേട്ടോ. തർജ്ജമകൾ മാത്രം അന്വേഷിച്ച് നടക്കുന്നൊരു ലോകം നമ്മുടെ ഒപ്പം ഉണ്ട്. ഞാൻ എൻ്റെ സംസാരത്തിനിടയ്ക്ക് പറയാം. പക്ഷേ നമ്മുടെ നാട്ടിൽ തർജ്ജമകൾക്ക് അല്ലെങ്കിൽ പരിവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ പരിഭാഷകൾക്ക് അല്ലെങ്കിൽ മൊഴിമാറ്റങ്ങൾക്ക് ഇങ്ങനെ കുറേ വാക്കുകൾ നമുക്കുണ്ട്. മലയാളത്തിൽ ഒരുപാട് വാക്കുകളുണ്ട്. ഇംഗ്ലീഷിൽ ട്രാൻസ്ലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ 2 കഴിഞ്ഞാൽ കഴിഞ്ഞു. ഒന്ന് തർജ്ജമ, മറ്റത് പദാനുപദ വിവർത്തനം. മലയാളത്തിൽ അങ്ങനെയല്ല. നമുക്ക് എന്തെങ്കിലും ഒരാശയം പ്രകടിപ്പിക്കണമെങ്കിൽ അനവധി വാക്കുകൾ നിരന്ന് കിടക്കുകയാണ്. അതാണ് മലയാള ഭാഷയുടെ ഒരു ചന്തം. മറ്റു ഭാഷകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇതുപോലെ, സംസ്കൃതത്തിലൊന്നും നമുക്ക് ഇത്രയും വാക്കുകളില്ല. പല വാക്കുകളും ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടെത്താറുണ്ട്, അതിൻ്റെ ഭംഗി ആസ്വദിക്കാറുമുണ്ട്. അപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത്, തർജ്ജമയുടെ സ്ഥാനം നമ്മുടെ നാട്ടിൽ എത്രത്തോളം അനാഥമായി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിനൊരു സാക്ഷി നമ്മുടെ ഈ ഓഡിയൻസ് തന്നെയാണ്. കാരണം രാജൻ എന്നോട് പറഞ്ഞത് എല്ലാ സെഷൻസും നിറഞ്ഞ കവിയാണെന്നാണ്. തർജ്ജമയ്ക്ക് മാത്രം എന്തുകൊണ്ടോ ആ ഭാഗ്യമില്ല. പക്ഷെ ഇത്രയൊക്കെ ആണെങ്കിലും തർജ്ജമ അല്ലെങ്കിൽ വിവർത്തനം അല്ലെങ്കിൽ പരിഭാഷ അല്ലെങ്കിൽ മൊഴിമാറ്റം ഇത് നിലനിൽക്കുന്നുണ്ട്. ഇവ തമ്മിൽ ചെറിയൊരു അന്തരമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനത് നാരായണൻ സാറിനൊരു മെയിൽ അയച്ച് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. എല്ലാം ഒരേ അർത്ഥമാണെങ്കിൽ എന്തിന് ഇത്രയും വാക്കുകൾ? പക്ഷെ അങ്ങനെയല്ല. പരിഭാഷയ്ക്ക് വിവർത്തനത്തെക്കാൾ കൂടുതൽ എന്തോ ഉണ്ട്. എൻ്റെ 2 പുസ്തകങ്ങൾ, ഒന്ന് കാഫ്ക കഥകൾ, പിന്നെ ഒരെണ്ണം ഡിറ്റക്റ്റീവ് സ്റ്റോറീസ്. ഇത് 2 മാതൃഭൂമി പബ്ലിഷ് ചെയ്തപ്പോൾ കാഫ്ക കഥകൾ പരിഭാഷ ബി നന്ദകുമാർ എന്നാണ് എഴുതിയത്. പക്ഷേ ഡിറ്റക്റ്റീവ് കഥകൾക്ക് വിവർത്തനം ബി നന്ദകുമാർ എന്നാണ് കണ്ടത്. അത് ചിലപ്പോൾ ആലോചിച്ച് ചെയ്തതായിരിക്കാം. കാരണം കാഫ്കയുടെ കഥകൾ വെറുതെ വിവർത്തനം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു വായിക്കാൻ പറ്റിയ സാധനം അല്ലാതായി മാറും. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലിരുന്നു കൊണ്ട് വേണം അതൊക്കെ കാണാൻ. അപ്പോൾ അതിൽ അർത്ഥങ്ങളുണ്ടാവും. അതുകൊണ്ടായിരിക്കും മലയാളത്തിൽ അങ്ങനെ കുറേ വാക്കുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പരിഭാഷ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വിവർത്തനത്തെക്കാൾ കൂടുതൽ ഉചിതമായ ഒരു വാക്ക് പരിഭാഷയാണ്. ഒരു ഒറിജിനൽ കൃതിയേക്കാൾ പരിഭാഷ മികച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നാം, അല്ലേ? നമ്മളിന്ന് വായിക്കുന്ന കൃതികളിൽ, മലയാളത്തിൽ ഇറങ്ങിയ കൃതികളിൽ, അതൊഴിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ ഇറങ്ങുന്ന നോവലുകളോ ചെറുകഥകളോ അല്ലെങ്കിൽ നാടകമോ മറ്റെന്തെങ്കിലും സാഹിത്യരചനകളോ ആർട്ടിക്കിൾസോ ലേഖനങ്ങളോ ഒക്കെ ഒഴിച്ചു മാറ്റി നിർത്തിക്കഴിഞ്ഞ് നമ്മൾ വായിക്കുന്ന ഇംഗ്ലീഷ് പുസ്തകങ്ങൾ 90% പരിഭാഷകളാണ്. അത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. മർക്യൂസിൻ്റെ 100 Years of Solitude അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്പാനിഷ് കൃതിയേക്കാൾ എത്രയോ മികച്ചതാണ് ആ പരിഭാഷ. ഗ്രിഗറി റബാസ് അദ്ദേഹം മർക്യൂസിനെ 2 ട്രാൻസ്ലേറ്റേഴ്സേ ഉള്ളൂ. ഒന്ന് എഡിത്ത് ഗ്രോസ്മാൻ, അവരൊരു സ്ത്രീയാണ്. പിന്നെയുള്ളത് ഈ ഗ്രിഗറി റബാസയാണ്. റബാസയുടെ ട്രാൻസ്ലേഷൻ എപ്പോഴും മാർക്യൂസ് ആശ്രയിച്ചത് അദ്ദേഹത്തിൻ്റെ ആ വിവർത്തന സുഖം കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സ്പാനിഷിൽ എഴുതിയ ഒറിജിനൽ ഭാഷയേക്കാൾ എത്രയോ മികച്ചു നിൽക്കുന്നു ഇദ്ദേഹത്തിൻ്റെ പരിഭാഷ എന്ന്. റബാസയുടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാനൊന്ന് വെറുതെ വായിക്കാം. അതൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ വിവർത്തകർക്കും. Rabasa's translation process was similarly meticulous. He described translation as a form of literary creation. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ആഖ്യാനങ്ങൾ വിവർത്തനം ചെയ്യുമ്പോൾ എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ. അപ്പോൾ ആഖ്യാനം എന്ന് വെച്ചാൽ ക്രിയേഷൻ
വേറൊരു പടിയിലേക്ക് മാറ്റുന്ന സമയത്ത് അതൊരിക്കലും ആ ഒറിജിനൽ ക്രിയേഷനേക്കാൾ താന്നു പോകരുത്. അതുകൊണ്ടാണ് ഒരു പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ മറ്റ് ഈവൻ സംഗീതം വരെ ദാസേട്ടൻ്റെ ഒരു പാട്ട് പാടുന്നത് അപൂർവം ചിലർക്കേ അതുപോലെ പാടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനേക്കാൾ ഒരു പടി അല്ലെങ്കിൽ അതിനോടൊപ്പമെങ്കിലും നിൽക്കാൻ വേണം ഒരു പരിഭാഷ ശ്രമിക്കേണ്ടത്. where the translator must inhabit the world of the author and convey the same spirit and meaning in a different language. Marcuse himself praised Rabassa's translation of 100 Years of Solitude, claiming that it was superior to the original Spanish version. ആ നോവലിസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, Rabassa faced the challenge of conveying the dense, rich tapestry of Marcuse's magical realism, which required not just a literal translation but a transcreation. അതാണ് പ്രധാനം. ട്രാൻസ്ലേഷനേക്കാൾ കൂടുതൽ ട്രാൻസ്ക്രിയേഷനാണ് അവിടെ നടന്നിരിക്കുന്നത്. വിത്ത് എ narrative's rhythm and tune. His collaborative relationship with Marcuse was marked by mutual respect, with Marcuse providing Rabassa the creative freedom to adapt his work authentically. അപ്പോൾ ഇത് പറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഓർക്കാം, പലരും തർജ്ജമകൾ ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മുടെ പഴയ കാലങ്ങളിൽ തന്നെ തർജ്ജമ ചെയ്യാത്ത എഴുത്തുകാരില്ല എന്ന് വേണമെങ്കിൽ പറയാം. MT എത്രയോ കഥകൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു സിനിമ ഉത്തരം എന്നുള്ളൊരു സിനിമ ഒരു ഫോറിൻ കഥയുടെ ഒരു സിനിമ, മലയാള സിനിമ ആവിഷ്കാരമാണ്. അതുപോലെ മലയാറ്റൂർ ഷെർലക് ഹോംസ് കഥകൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. വീക്കെയിൻ ചെയ്തിട്ടുണ്ട്. വീക്കെയിൻ ചെയ്തത് വലിയൊരു പാളിച്ചയായിപ്പോയി എന്നും പറയാറുണ്ട്. കാരണം അതിൽ ചിരി മാത്രമേ ഉള്ളൂ, വിവർത്തനമില്ല. അദ്ദേഹത്തിന് ചിരിയെക്കുറിച്ച് മാത്രമേ എഴുതാനറിയൂ. അങ്ങനെ അദ്ദേഹം വളരെ വിഷമപൂർവ്വം അതൊന്ന് പിൻവാങ്ങിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. So these translators' dedication and skill have ensured that Marcuse's works reach a global audience while preserving their original beauty and complexity.